ഒന്നാമത്തെ ചിന്ത, ഏതാണ് പ്രസാദകാലം? രണ്ട്, ഏതാണ് ഈ വ്യക്തിത്വം? എന്താണ് ഉത്തരം? ചിലരോടുള്ള ദൈവാത്മാവിന്റെ ശബ്ദമായി അല്ലെ ദൈവത്തിലെ സാന്നിധ്യത്തിനടുത്ത് നീ വസിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞ പ്രസൻസ് നീ വസിച്ചാൽ, അധികം ഓടാതെ നിന്റെ വിഷയത്തിന്മേൽ സർവശക്തന്റെ കരം വെളിപ്പെടാനിടയാകും. അല്ല, ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാതെ ഓടാൻ തുടങ്ങിയാൽ അത് അപകടമാ, ഒത്തിരി ഓടേണ്ടി വരും. നമ്മുടെ കർത്താവ് എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ കൃപയുടെ കാലഘട്ടം ആരംഭിച്ചു. രണ്ട് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യവും, അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 8-ാം വാക്യവും. പ്രാരംഭമായി 2 Corinthians chapter 6 verse 2. 2 കൊരിന്ത്യർ 6:2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്തുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 8 മുതലുള്ള വാക്യം താഴോട്ട്, 8 മുതൽ 10 വരെയുള്ള വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവൻ എന്നു പറവാനും ഞാൻ നിന്നെ കാത്തു, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അവർ വഴികളിൽ മേയും, എല്ലാ പായ്ക്കുന്നുകളും അവർക്ക് മേച്ചിലുണ്ടാക്കും. അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. മതി. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടാക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു മനോഹര പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ പകൽ അങ്ങേ ആരാധിപ്പാൻ ഈ ഭൂമിയുടെ വരപ്പ് ഞങ്ങൾക്ക് നൽകുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയ്ക്കായി, ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വലിയ രൂപത്തിനായി, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അഭിഷക്ത വൃന്ദങ്ങൾക്കായി, എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, എളിവരെയും കർത്താവ് കൂട്ടിവരുത്തിയല്ലോ. തുറക്കപ്പെട്ട സ്വർഗത്തിൽ കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. വിരിക്കപ്പെട്ട ദൈവീയ ശക്തന്റെ കീഴ കർത്താവ് ഞങ്ങളെ ഇരുത്തണമേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വിടുതലുകൾ ഇന്ന് ദൈവമഹത്വത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുന്നതുകൊണ്ട് സ്തോത്രം. ദൈവപുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമനോട് ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ശുശ്രൂഷനായ കർത്തൃദാസൻ പാഷ ബില്യം അവരുകൾ, ഇന്നത്തെ ആത്മീയ ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാഷ സമദ്, അതുപോലെ ദൈവസഭയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ കർത്തൃവൃത്യന്മാർക്ക്, എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്ക്, ചർച്ചിന്റെ എക്സിക്യൂട്ടീവിന് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തെ ദൈവജനമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ക്ഷറമുകളൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. കർത്താവിന്റെ ദാസൻ പാഷ സമദ് ഓർപ്പിച്ചതുപോലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ എനിക്കറിയാം, എന്നെ നിങ്ങൾക്കും അറിയാവുന്നത് കൊണ്ട് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നുമില്ലാതെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്ന ആ വാക്യത്തിൽ നിന്ന് തന്നെ ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ദൈവമക്കൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ, ചില മാസങ്ങളായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വരുന്നൊരു വിഷയമാണ് ഈ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കും, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുതെന്ന് സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിങ്ങളെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മൾ ഈ 1-ാമത്തെ വാക്യം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴാണ് 2-ാം വാക്യത്തിലേക്ക് നമ്മൾ ഓടിക്കേറിയത്. ആ 2-ാം വാക്യത്തിൽ നിന്നാണ് ചില ചിന്തകൾ. അന്ന് നമ്മൾ ആ വാക്യം തുടങ്ങി വെച്ചെങ്കിലും നമുക്ക് അധികം ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ആ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. വാക്ക് ശ്രദ്ധിക്കണം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നമുക്കിന്ന് ഏകദേശമുള്ള ഒരു മണിക്കൂറോളം കർത്തൃദാസന്മാരെന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയം നമുക്ക് നിർത്തണം. അതിനു മുമ്പ് ഓടിയെത്തേണ്ട ചില മേഖലകളുണ്ട്. അതുകൊണ്ട് പ്രാരംഭമായി അല്പസമയം ഞാൻ സ്പീഡിൽ കയറും, പിന്നെ നമ്മൾ ശാന്തമായിട്ട് പ്രധാന ഭാഗങ്ങൾ ചിന്തിക്കും.
നമുക്ക് ആ വാക്കിനകത്ത് കിടക്കുന്ന കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞൊരു വാക്കിതാണ്, സുപ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി. അങ്ങനെ കിടക്കുന്നത് ഞാൻ. അപ്പൊ ഇവിടെ പറയുന്ന ഒരു വ്യക്തിയോടാണ്. നമുക്ക് ആ വാക്ക് നിങ്ങൾ വായിച്ചെങ്കിൽ മനസ്സിലായി കാണും. യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് കിടക്കുന്നത് പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു കൊട്ടേഷനാണ് അല്ലേ. നോക്കിയേ, അതിന്റെ അർത്ഥം എന്നാ വെച്ചാൽ പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യം അത് കോട്ട് ചെയ്തിട്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എവിടെയാണിത് പഴയ നിയമത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇതേ വാക്യം തന്നെ കിടക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഇതേ വാക്യം തന്നെ കിടക്കും. അപ്പോ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കോട്ട് ചെയ്തത്, അടർത്തിയെടുത്തത് യെശയ്യാ പ്രവചനം 49-ന്റെ 8-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. എവിടുന്നാ കോട്ട് ചെയ്തത്? യെശയ്യാ പ്രവചനം 49-ന്റെ 8-ാം വാക്യത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ അരുളി ചെയ്തു? യെശയ്യാവ് 49-ന്റെ 8-ാം വാക്യത്തിൽ അരുളി ചെയ്തു. എന്നിട്ട് പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഇത് BC 8-ാം നൂറ്റാണ്ടിൽ യെശയ്യാവിൽ കൂടെയാണ് പറഞ്ഞത്. എപ്പോഴാ ദൈവം അരുളി ചെയ്തത്? BC 8-ാം നൂറ്റാണ്ടിൽ. അതായത് 800 വർഷം മുമ്പ് സർവശക്തനായ ദൈവം യെശയ്യാ പ്രവാചകനെ കൂടെ പ്രവചനഗിരികളിൽ നിന്ന് ദർശന താഴ്വിലേക്ക് നോക്കി ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവാചകനായ യെശയ്യാവ് ആ പ്രവചനഗിരികളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ കൂടെ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, യെശയ്യാവ് BC 8-ാം നൂറ്റാണ്ടിൽ, അതായത് ഇന്നേക്ക് 800 വർഷം മുമ്പായി ഇത് പ്രവചിച്ചെങ്കിലും ആ കാലഘട്ടത്തോടല്ല പ്രവചിച്ചത്, ഈ കാലഘട്ടത്തോടുള്ള ദൈവശബ്ദമായിരുന്നത്. നിങ്ങളാരും ഒരു സ്തോത്രം പറഞ്ഞില്ല. ശ്രദ്ധിക്കണേ, ഈ കാലഘട്ടത്തോടുള്ള ദൈവശബ്ദമായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ചിന്തകൾ ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കണം. ഈ ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചു, പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ ചിന്ത, ഏതാണ് പ്രസാദകാലം? 2, ഏതാണ് ഈ വ്യക്തിത്വം? എന്താണ് ഉത്തരം? വളരെ ശ്രദ്ധിക്കണം. അവിടെ കിടക്കുന്ന വാക്കിടില്ലേ, പ്രസാദകാലത്ത് ഞാൻ നിനക്ക്. ആ ഒറ്റ വാക്കിനകത്തുനിന്ന് കടമെടുക്കാൻ പറ്റിയ 3 ചോദ്യങ്ങളാണ്. 1, ഏതാണ് സുപ്രസാദകാലം? ഏതാണ് സുപ്രസാദകാലം? 2, ഏതാണ് ഇവിടെ പറയുന്ന വ്യക്തിത്വം? ഒരാളിനോടാ ദൈവം സംസാരിക്കുന്നത് അല്ലേ. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്കെന്നല്ല, ഞാൻ നിനക്കുത്തരമരളി. അപ്പൊ അവിടെ ആരോ ഒരാളിനെ ഉദ്ദേശിച്ചാണ് സർവശക്തൻ പറയുന്നത്, ഞാൻ നിനക്കുത്തരമരളി. അപ്പൊ ഈ വ്യക്തിത്വം ആരാണ്? അങ്ങനെ മാത്രമല്ല, ഉത്തരമരളിയ ഉത്തരം എന്താണ്? ഇത് 3 നമുക്ക് ചിന്തിച്ച് കയറി വരണം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഭാഗം തൊട്ടതേ ഉള്ളൂ. അപ്പൊ പ്രസാദകാലം എന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ 2ാമത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി. അതുകൊണ്ട് ഞാൻ ഇനിയും ആ പോയിന്റുകളൊന്നും വിവരിക്കുന്നില്ല, കമ്പിവാചകം പോലെ പറഞ്ഞു വിടുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, വേദപുസ്തകത്തിൽ കാലങ്ങളെ, ടൈംസുകളെ ഞാൻ ആവർത്തിക്കുന്നില്ല, പറഞ്ഞൊന്ന് വിട്ട് നമ്മുടെ വിഷയത്തിൽ കയറുക. ടൈംസുകളെ 7ആയിട്ടാണ് തിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, ടൈംസുകളെ അതായത് പൂർവ്വ നിത്യത മുതൽ ഭാവി നിത്യത വരെ, അല്ലെങ്കിൽ പാസ്റ്റ് എറ്റേണിറ്റി തൊട്ട് ഫ്യൂച്ചർ എറ്റേണിറ്റി വരെ കാലങ്ങളെ 7ആയി തിരിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാലങ്ങളെ 7ആയി തിരിച്ച് പഠിപ്പിക്കുന്നു. അതിന്റെ 1ാമത്തെ കാലമാണ് അനാദികാലം. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു വിടുക. 1ാമത്തെ കാലം അനാദികാലം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക്കൽ ടൈം. 2ാമത്തെ കാലം ആൻഷ്യൻ ടൈം അല്ലെങ്കിൽ പുരാതന കാലം. 3ാമത്തെ കാലം ടൈം ഓഫ് ദ ലോ, ന്യായപ്രമാണകാലം. 4ാമത്തെ കാലം ടൈം ഓഫ് ദ ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷകാലം. 5ാമത്തത് പരീക്ഷാകാലം, ടൈം ഓഫ് ദ ടെസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷാകാലം. 6ാമത്തെ കാലം ടൈം ഓഫ് ദ മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദകാലം. 7ാമത്തത് കാലം ഇല്ലാത്ത കാലം, ടൈംലെസ് ടൈം. അങ്ങനെ 7 കാലങ്ങളായിട്ടാണ് ബൈബിള് കാലങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? എത്ര കാലങ്ങളാ? 7 കാലങ്ങൾ. അതൊക്കെ നമുക്ക് ശാന്തമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ പോയതാ. കഴിഞ്ഞ ദിവസം നമ്മൾ 2ാമത്തെ കാലമായപ്പോൾ നമ്മുടെ സമയം പോയി. അതുകൊണ്ട് കാലങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് കൂടി കയറുക. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ദൈവമക്കൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട്. 1ാമത്തെ കാലം അനാദികാലം, 2ാമത്തെ കാലം പുരാതന കാലം, 3ാമത്തെ കാലം ന്യായപ്രമാണകാലം, 4ാമത്തെ കാലം സുവിശേഷകാലം, 5ാമത്തെ കാലം പരീക്ഷാകാലം, 6ാമത്തെ കാലം സഹസ്രാബ്ദകാലം, 7ാമത്തെ കാലം കാലമില്ലാത്ത കാലമല്ല, അത് കുഞ്ചൻ നമ്പ്യാറുടെയാ, കാലം ഇല്ലാത്ത കാലം. ഉറക്കെ പറഞ്ഞ വാക്ക്. സ്വർഗത്തിലേക്ക് ദൂതൻ കരമുയർത്തി വെളിപ്പാടി പറയുന്നു, ഇനി കാലം ഉണ്ടായിരിക്കയില്ല എന്ന് പറഞ്ഞ ക്രോണോളജിക്കൽ ടൈമുകൾക്ക് അറുതി വരുത്തുകയാണ്.
നിങ്ങൾ എന്നോടുണ്ടോ? അതിന്റെ വാക്കിന്റെ അർത്ഥം എന്നാ? ഇനി കാലമില്ലെന്ന് പറഞ്ഞാൽ ലോകമില്ലെന്നല്ല പറഞ്ഞത്, ക്രോണോളജിക്കൽ ടൈമിൽ. നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഏത് കാലത്താണ്? എൻ്റെ ദൂതൊക്കെ മാറിപ്പോകുന്നു, പക്ഷെ ഞാൻ മടങ്ങി വരിക. നമ്മൾ സഞ്ചരിക്കുന്ന ടൈമിന്റെ പേര് ക്രോണോളജിക്കൽ ടൈമാണ് അല്ലേ? നമ്മുടെ കയ്യെ കിടക്കുന്ന വാച്ച്, ക്ലോക്ക്, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, മാസം, ദിവസം, വർഷം, ഇതിനൊക്കെ പറഞ്ഞ വാക്കാണ് ഏത്? ക്രോണോളജിക്കൽ ടൈം. ക്രോണോളജിക്കൽ ടൈം അനുസരിച്ചാണ് നവംബർ തീരാൻ പോകുന്നത്. 2025 നവംബർ തീരാൻ പോകുന്നത്. നമ്മുടെ ദൈവം സഞ്ചരിക്കുന്നത് ക്രോണോളജിക്കൽ ടൈമിലല്ല, ദൈവം സഞ്ചരിക്കുന്ന കെയ്റോസിലാണ്. ഏതിലാണ്? അതിന് അപ്പോയിന്റഡ് ടൈം എന്ന്, ഡ്യൂ ടൈം എന്നൊക്കെ വാക്കുണ്ടെങ്കിലും സർവശക്തൻ സഞ്ചരിക്കുന്നത് ഉറക്കെ പറ ശരം. അതൊക്കെ ഒത്തിരി തെളിവുകൾ ദൂത് മാറിപ്പോകുന്നു. ശരം ചിലരെ ഒന്ന് നമ്മുടെ ഉപവാസത്തിന്റെ അവസാന കടശി ദിവസവും അതുപോലെ തന്നെ സഭായോഗവും ആയതുകൊണ്ട് ചിലരൊക്കെ പറയില്ലേ, കർത്താവേ ഞാൻ വാക്തത്വം കേട്ടതാ, സമയം മാറിയെന്ന് പറയുമ്പോൾ നമ്മളെ ഉറപ്പിക്കാൻ ഹബക്കൂക്കിൽ കൂടെ ഒരു വാക്കുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അല്ലേ? അതൊന്ന് ബലപ്പെടുത്താൻ നമ്മുടെ ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. താമസിച്ചാലും അതിനായി എന്ത് ചെയ്യണം? നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു കാര്യം, ദർശനത്തിന് എന്താ വെച്ചിരിക്കുന്നു? ഒരവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് ഈ ക്രോണോളജിക്കൽ ടൈമും കെയ്റോസും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു വാക്യമാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് അതിന്റെ സമാപ്തിയിലേക്ക് എന്ന് പറഞ്ഞാൽ നാം കേട്ട വാക്തത്വങ്ങൾക്ക്, നമ്മോട് ദൈവം പറഞ്ഞ ശബ്ദങ്ങൾക്ക്, ആ ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക, ബന്ധപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അടുത്ത വാക്ക് പറയുന്നത് അത് താമസിച്ചാലും അതിനായിട്ട് എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഒരു ചോദ്യം വരും, ഒരവധി വെച്ചെങ്കിൽ താമസിക്കുമോ? ഓ, നമ്മുടെ വിഷയമല്ല ഈ കെയ്റോസ് ക്രോണോസ് കൂടെ കയറി വന്നോടാ. അവധി വെച്ചത് കൊണ്ട് താമസിക്കുവോ? പറഞ്ഞതല്ലേ? ഇല്ല. ഒരവധി വെച്ചു, ഒരു ഡേറ്റ് വെച്ചു. ഇപ്പൊ December 5 എന്ന് പറയുന്ന ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിക്കുവോ? താമസിക്കത്തില്ല. പിന്നെ അവിടെ കിടക്കുന്ന വാക്കെന്നാണ്? ദർശനത്തിന് എന്താ വെച്ചിരിക്കുന്നു? ഒരവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. താമസിച്ചാലും. എങ്ങനെയാ താമസിക്കുന്നത്? December 5 എന്ന് പറഞ്ഞ ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിക്കുവോ? അത് രണ്ട് ടൈമാണ്. ആദ്യം പറഞ്ഞ അവധി അത് കെയ്റോസ് ആണ്. എന്താണ്? ഉറക്കെ പറ. അത് കെയ്റോസ് ആണ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ത് വെച്ചിരിക്കുന്നത്? നമ്മോടുള്ള ദർശനത്തിന്, നമ്മോടുള്ള വാക്തത്വത്തിന് അവധി വെച്ചത് ആരാണ്? ദൈവമാണ് വെച്ചിരിക്കുന്നത്. ആ അവധി തെറ്റത്തില്ല. പക്ഷേ നമുക്കത് ക്രോണോളജിക്കൽ ടൈമിൽ തെറ്റിയെന്ന് തോന്നിയേക്കാം, താമസിച്ച് തോന്നിയാം. പക്ഷെ ഇല്ല, ദൈവത്തിന്റെ കെയ്റോസിൽ ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഘടികാരം തെറ്റത്തില്ല. നമ്മുടെ വാച്ചിന്റെ ബാറ്റ് തീർന്നാലും, ഈ ക്ലോക്കിന്റെ ബാറ്റ് തീർന്നാലും, സർവശക്ത സ്വർഗത്തിൽ വെച്ചൊരു ഘടികാരമുണ്ട്. ആ ഘടികാരത്തിന്റെ സമയം തെറ്റത്തില്ല. അത് അതിന്റെ സമാപ്തി തന്നെ. അത് നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എനിക്കറിയാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? ഞാൻ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? എഡ്യൂക്കേറ്റഡ് അല്ലേ? അത് ശ്രദ്ധിക്കണേ. നമ്മൾ പെട്ടെന്നൊരു വാക്ക് പറയുക. ഈ എന്താ ദൈവം നമ്മൾ സഞ്ചരിക്കുന്ന ടൈമാണ് ഏത്? ക്രോണോസ്. പെട്ടെന്ന് പറ. നമ്മുടെ വിഷയമല്ല. എനിക്ക് എൻ്റെ മെസ്സേജ് തീർക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ കർത്താവ് മുമ്പോട്ട് വിടുന്നില്ല. അപ്പോൾ എങ്കിലും ചിലരെ ആശ്വസിപ്പിക്കാം. നമ്മൾ സഞ്ചരിക്കുന്നത് ഏതാ? ക്രോണോളജിക്കൽ ടൈം. എന്നാൽ ദൈവത്തിന്റെ ടൈം ഏതാണ്? കെയ്റോസ്. ഉറക്കെ പറ. യഥാർത്ഥത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഭൂമിയുടെ സമയത്താണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. നമ്മൾ സഞ്ചരിക്കുന്നതില്ല ഭൂമിയുടെ ടൈം. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തന വ്യവസ്ഥ വരരുത്, ആവർത്തിക്കപ്പെടുന്നെങ്കിൽ ഒരു വിടുതലിന് വേണ്ടിയാണ്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഏത് ടൈമിലാണ്? ക്രോണോളജിക്കൽ ടൈം എന്ന് പറയുന്നത് അത് എർത്തിന്റെ ടൈമാണ്. എന്തിന്റെ ടൈമാ? പറ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്കൂളിൽ പഠിച്ചൊരു കാര്യം. ഈ ഗാലക്സി, നമ്മളായിരിക്കുന്ന ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ അല്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്താ? മിൽക്കി വേ അല്ലേ? നമ്മൾ സൗരയൂഥം, നമ്മുടെ ഗാലക്സി. ഈ ഗാലക്സി അതിന്റെ പ്രത്യേകത. എൻ്റെ ഭാഷ പ്രസംഗിക്കാൻ വിളിച്ചു ഭാഷ ഇപ്പൊ സാമൂഹികവാദം എടുക്കുകയാണ്. ഇരിക്കട്ടെ, മനസ്സിലാകാന്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഗാലക്സിയിൽ എന്താണ് ഈ ഗാലക്സി എന്ന് പറയുന്നത്? സൂര്യനെ ചുറ്റുന്ന എത്ര ഗ്രഹം? അയ്യോ, എന്നെ കൊണ്ട് സൂര്യനും. ഞാൻ പ്രസംഗ വിഷയം മാറ്റുകയല്ല. എന്താ കെയ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ പോവുക. എന്താ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നല്ലപോലെ പഠിച്ചായിരുന്നെങ്കിൽ അത് തന്നെ അല്ലെ. സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹം ഇല്ല. ആരോടും പറയില്ല, പിള്ളേർ നമ്മളെ ഓടിക്കും. 8 ഗ്രഹം. എത്ര ഗ്രഹം? 8 ഗ്രഹവും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും കൂടെ ചേർന്നതാണെന്ത്? നിങ്ങളുടെ വാ സാറ. സൂര്യനെ ചുറ്റുന്ന നമ്മളൊക്കെ പഠിച്ചപ്പോൾ എത്ര ഉണ്ടായിരുന്നു ഗ്രഹം? 9. ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒരെണ്ണത്തെ എടുത്ത് പ്ലൂട്ടോയെ എടുത്ത് കളഞ്ഞു. ഇപ്പൊ അത് ഗ്രഹമല്ല, ഉപഗ്രഹമായി. അപ്പൊ എത്രേ ഉള്ളൂ? നമ്മൾ പഠിച്ചപ്പോൾ 9 ഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന 8 ഗ്രഹമേ ഉള്ളൂ.
സാറേ നമുക്ക് തെറ്റിയില്ല സാറേ, നമ്മൾ പഠിച്ച കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ എത്ര ഗ്രഹമുള്ളൂ? 8 ഗ്രഹം. ശ്രദ്ധിക്കണം, നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് കാലം പറയുമ്പോൾ ഇതൊന്നും അറിയുന്നതല്ല. അപ്പോ സാറേ 8 ഗ്രഹങ്ങളും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും കൂടെ ചേർന്നാണ് സൗരയൂഥം, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഗാലക്സി. അതാണ് മിൽക്കി വേ നമ്മളായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനെ ചുറ്റുകയാണ് എത്ര ഗ്രഹം? ഉറക്കെ പറ. 8 ഗ്രഹം. ഒരു ഭൂമിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിലോട്ടൊക്കെ നോക്കണം. ഞാൻ യഥാർത്ഥത്തിൽ പഴയ ഒരു അധ്യാപകനാ, പ്രത്യേകിച്ച് സാമൂഹിക പാഠം മാത്സ് ഒക്കെ ഉള്ള ഒരു സെക്കുലർ അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം ഭൂമി ഒരു ദിവസം അതിൻ്റെ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? തന്നെ കറങ്ങുന്നുണ്ടല്ലേ? ഇല്ലേ? അത് തന്നെ. ഒന്നും അല്ലെങ്കിലും വചനം അധികം മനസ്സിലായില്ലെങ്കിൽ സാമൂഹിക പാഠമൊക്കെ മനസ്സിലാവും. സൂര്യൻ എന്ത് ചെയ്യുന്നു? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അങ്ങനെ ഒന്ന് കറങ്ങി വരുന്നതാണ്. ശ്രദ്ധിക്കുക, എൻ്റെ കയ്യെ നോക്കിയാലേ മനസ്സിലാകൂ. ഇങ്ങനെ കറങ്ങി വരുന്നതാണ് ഒരു ദിവസം. എന്താണ് ഒരു ദിവസം? അല്ലേ? അതൊക്കെ എൻ്റെ പൊന്നെ സാധാരണ ഒരു ദിവസം നമ്മളൊക്കെ അന്ന് പഠിച്ചപ്പോൾ നമുക്കറിയില്ല, ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒന്ന് കറങ്ങി വരുമ്പോ ഒരു ദിവസം, അല്ലേ? ഇപ്പൊ നമ്മൾ കറങ്ങി വന്ന് സൂര്യൻ അഭിമുഖമായിട്ട് ഭൂമി ഈ ഇന്ത്യയുടെ ഭാഗമായി ആയില്ലേ? അപ്പോ നമ്മളിപ്പോ ആർക്ക് അഭിമുഖമാണ്? പറ. നമ്മൾ ആർക്ക് അഭിമുഖമാണ്? സൂര്യൻ അഭിമുഖമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ പകലായി. എന്നാൽ അമേരിക്കയിൽ ഇപ്പൊ സൂര്യന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കറങ്ങി അവരെന്ത് ചെയ്തു? അപ്പുറത്ത് പോയപ്പോൾ അവർക്ക് ഇപ്പൊ രാത്രിയായി. ഇനി ചില മണിക്കൂർ കഴിയുമ്പോൾ അവർ കറങ്ങി എവിടെ വരും? സൂര്യൻ അഭിമുഖമാകുമ്പോൾ അവർക്ക് ഞായറാഴ്ച രാവിലെ ആകും. നമ്മൾ അപ്പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ നമുക്ക് രാത്രിയാകും. അപ്പൊ ഇങ്ങനെ കറങ്ങി വരുന്നത് ഒന്ന് ഭൂമി അതിന്റെ അല്ലെങ്കിൽ അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരുമ്പോ എന്ന് മിക്കവാറും സാമൂഹികം പഠിപ്പിച്ച് നിർത്തുമെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കണേ, ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് അതാണെന്ത്? ഒരു ദിവസം. ഉറക്കെ പറ. ഒരു ദിവസം. ഒരു ദിവസം ഇങ്ങനെ കറങ്ങുന്ന ഭൂമി 24 മണിക്കൂർ വേണം ഇങ്ങനെ ഒന്ന് കറങ്ങാൻ, ഭൂമിക്കൊന്ന് കറങ്ങാൻ. ഈ കറങ്ങുന്ന ഭൂമി അപ്പോൾ തന്നെ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുന്നുമുണ്ട്. അപ്പൊ ഈ മൊത്തത്തിൽ കറങ്ങുന്നവർക്ക് ഇപ്പൊ മനസ്സിലായി, നമ്മൾ നിൽക്കുന്ന ഭൂമി പോലും കറങ്ങിയാ നിൽക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് ഫ്രീ ആകെ. നമ്മൾ ഈ ഒരാഴ്ചത്തെ ടെൻഷനൊക്കെ വിടുന്നതൊക്കെ മാറുന്നതൊക്കെ ദൈവസന്നിധിയിലല്ലേ? ഇവിടൊക്കെ ചിരിക്കാൻ പറ്റിയില്ല, പിന്നെ BP കൂടിപ്പോ അറിയാതെ. ശ്രദ്ധിക്കണം, അതിനാ നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ അവന്റെ സന്നിധി സന്തോഷ പരിപൂർണ്ണത അവന്റെ വലതു ഭാഗത്തെന്നും പ്രമോദം ഉണ്ടെന്നല്ലേ, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ മൊത്തത്തിൽ ഭൂമി തന്നെ കറങ്ങുമ്പോൾ തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? അപ്പൊ പിന്നെ നമ്മുടെ ചുറ്റലിന് വലിയ പ്രശ്നമൊന്നുമില്ല, മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ചുറ്റുക. പോട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പറയാൻ വന്നേ. അപ്പോ ഈ ഭൂമി അപ്പോൾ തന്നെ ഈ ചുറ്റുമ്പോൾ തന്നെ ഒരു ദിവസമാകുമ്പോൾ തന്നെ സൂര്യനെ എന്ത് ചെയ്യുന്നു? കാലങ്ങളെന്ന വിഷയത്തിൽ നമ്മൾ വിളിക്കുന്നത് സൂര്യനെ ചുറ്റുന്നു. അങ്ങനെ ഒന്ന് ചുറ്റി വരണമെങ്കിൽ 365 ദിവസം ഭൂമിക്ക് വേണം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഇത് എന്തിനാന്ന് വെച്ചാൽ കെയ്റോസ്, നമ്മുടെ ദൈവം സഞ്ചരിക്കുന്ന കെയ്റോസ് എന്നാ തിരിച്ചറിയാനാ. 365 ദിവസം. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ചുറ്റി വരുമ്പോ ഒരു സമയം വരുമ്പോ നമുക്ക് സമ്മർ ഏതാ അല്ല വിന്റർ ഏതാ മൺസൂൺ ഏതാന്ന് അറിയാത്തൊരു കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിനകത്ത് ഏതാ മൺസൂൺ മന്തെന്നോ ഏതാണ് സമ്മറെന്നോ ഒന്നും നമുക്കറിയില്ല. മൊത്തത്തിൽ മഴയാ. പോട്ടെ, എന്നാൽ നമ്മൾ അല്ലെ പാശ്ചാത്യ രാജ്യത്തേക്ക് അവർക്ക് 4 കാലങ്ങളുണ്ട്, അല്ലേ? സമ്മറുണ്ട്, വിന്റർ ഉണ്ട്, ഓട്ടർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, അല്ലേ? അവർക്ക് 4 കാലങ്ങളുണ്ട്. നമ്മളിതൊക്കെ പറയുന്നത് നമുക്കിതൊന്നുമില്ല. പോട്ടെ, അപ്പൊ അവർക്ക് ഈ 4 കാലം. അപ്പൊ ഈ ഭൂമി ചുറ്റി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അപ്പൊ സമ്മറാകും. ആ സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നേരെ സമ്മറിൽ നിന്ന് ഓട്ടത്തിലേക്ക് പോകും. ഓട്ടത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വിന്റർ ആകും. എന്താ പറയുക? നോർത്ത് പോളിനോട് അടുക്കുമ്പോഴത്തേക്ക് ഇത് വിന്റർ ആകും. വിന്റർ ആയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്പ്രിംഗ് ആകും, പിന്നെ സമ്മർ തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഒന്ന് കറങ്ങി വരണമെങ്കിൽ എത്ര വേണം? ഇനി ശ്രദ്ധിക്കണം, ഇനിയാ നമുക്ക് അപകടം. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ഇതിനകത്തുള്ളതുകൊണ്ട്. 365 ദിവസം. എന്നാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം എന്താണ്? എന്തിനാ ഇത്? വെറുതെ പറയല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്, അവന്റെ ശക്തി എന്താണെന്ന് ഇന്ന് രാവിലെ ഒന്ന് വെളിപ്പെട്ടിട്ടേ പോകാവൂ. നിങ്ങൾ ആരും ഒരു സ്തോത്രം പറഞ്ഞില്ല. അല്ല, സൂര്യന്റെ അടുക്ക നിൽക്കുന്ന ഗ്രഹം, അല്ലെ? ബുധൻ, ശുക്രൻ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ മലയാളം മീഡിയത്തില പഠിച്ചത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇല്ല. അപ്പൊ നോക്കിയാൽ ഇത്രയാണ് ഗ്രഹം. അപ്പോ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണേത്? ബുധൻ. ഏതാണ്? ഇതിന്റെ ഇംഗ്ലീഷൊക്കെ കുഞ്ഞുങ്ങൾ പിന്നെ നോക്കണം. എന്നാ ബുധൻ? അവരൊക്കെ പറഞ്ഞേ. ബുധൻ. ഈ ബുധൻ സൂര്യനെ ഒന്ന് ചുറ്റാൻ 84 ദിവസം മതി. എത്ര ദിവസം മതി? നമ്മുടെ ക്രോണോളജിക്കത്തെ പറയാനാ. ഒന്ന് ഈ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് അധികം ചുറ്റേണ്ടി വരത്തില്ല. അതിനകത്തൊരു നല്ല ദൂതുണ്ട്. സാന്നിധ്യത്തിൽ അധികം വസിക്കുന്നവൻ അധികം എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അധികം നിങ്ങൾ മിണ്ടത്തില്ലല്ലോ. സൂര്യനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നില്ല, അധികം എന്ത് ചെയ്യുന്നില്ല. പുള്ളിക്ക് 84 ദിവസം മതി. അതിന്റെ ഒരു ദൂതാണ് പറഞ്ഞത്. സാന്നിധ്യത്തോട് അടുത്ത് നിന്നാൽ. പക്ഷെ വചനത്തിലുള്ളത് പറയാം. ഈ ഏലിയാവ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. ഞാൻ തിരിച്ചു പെട്ടെന്ന് വരും. ആരോടെ ദൂത? ഏലിയാവ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. ശിഷ്യൻ ഓടാനും തുടങ്ങി, അല്ലേ? ശിഷ്യൻ എത്ര പ്രാവശ്യം ഓടി? 7 പ്രാവശ്യം ഓടിയപ്പോഴെന്താ കണ്ടേ?
കൈപ്പത്തി. എന്നാ പ്രാർത്ഥിക്കാൻ നിന്ന ഏലിയ ഒരു പ്രാവശ്യമെങ്കിലും ഓടിയോ? ഇല്ല. ഇവനെ ഓടിച്ച ചീപ്പുള്ളി എന്ത് ചെയ്യുക? പറ, നിങ്ങൾ എന്നോടാ. പ്രാർത്ഥിക്കായിരുന്നു. ഈ പ്രാർത്ഥിക്കാതെ ഓടിയവൻ 7 പ്രാവശ്യം ഓടിയപ്പോഴാ കൈപ്പത്തി കണ്ടേ അല്ലേ? പക്ഷെ പ്രാർത്ഥിച്ചവൻ ഒന്നും ഓടിയില്ല, പ്രാർത്ഥിച്ചവൻ എടുക്ക കൈപ്പത്തി വന്നു. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ചിലരോടുള്ള ദൈവാത്മാവിന്റെ ശബ്ദമായിന്ന് അല്ലെ, ദൈവത്തിലെ സാന്നിധ്യത്തിനടുത്ത് നീ വസിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞ പ്രസൻസ് നീ വസിച്ചാൽ, അധികം ഓടാതെ നിന്റെ വിഷയത്തിന്മേൽ സർവശക്തന്റെ കരം വെളിപ്പെടാനിടയാകും. അല്ല, ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാതെ ഓടാൻ തുടങ്ങിയാൽ അത് അപകടമാ, ഒത്തിരി ഓടേണ്ടി വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉപവാസം അല്ലായിരുന്നോ 3 ദിവസം? ഹല്ലേലൂയ. ചില ആൾക്കാര് തിരക്കൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞില്ല, ഉപവസിച്ചു വന്ന് ഇരുന്നു അല്ലേ? ചിലരാണെങ്കിൽ ഉപവാസമാണെന്ന് അറിഞ്ഞിട്ടും വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ട് ഓടി അല്ലേ? ഓടിയവരോടൊരു ദൂത് പറയാം. ആരാ ഓടിയെന്നും ആരായിരുന്നെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ദൂത് പറയാം. ഓടുന്നവൻ കുറെ ഓടും, ഇരിക്കുന്നവന്റെ അടുക്കൽ വിഷയത്തിന് മറുപടി വരും. അതുകൊണ്ട് ഈ പിണക്കല്ലേ, ഈ ഉപവാസ പ്രാർത്ഥന ഹല്ലേലൂയ വിട്ടേര്, അടുത്ത ഉപവാസം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റി ചിലരോട് പറയുക, നിന്റെ വിഷയത്തിൽ നീ ഓടുന്നതിനേക്കാൾ ഉപരി സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ തയ്യാറായാൽ, സാന്നിധ്യത്തിൽ വസിക്കാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടിയുള്ള കരുതലിന് കരത്തി തരാൻ കരുത്തുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പോട്ടെ, നമ്മൾ മടങ്ങി വരിക. അപ്പൊ പറയാൻ വന്നത്, ഈ ബുധൻ തൊട്ടടുത്ത് കിടക്കുക. എവിടെ കിടക്കുക? നമുക്ക് പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കാലത്താ. നമ്മുടെ കാലത്തിൽ വന്നിട്ട്, ബൈബിളിന്റെ കാലത്തിൽ വന്ന്, എന്നിട്ട് വേണം എൻ്റെ പ്രസംഗ വിഷയത്തിലേക്ക് കയറാൻ. അപ്പോ ഈ ബുധൻ 84 ദിവസമാണ്. അതായത് നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം, ഒരു വർഷത്തിൽ, അതായത് നമ്മുടെ ക്രോണോളജിക്കൽ ടൈമിൽ 365 ദിവസം കൊണ്ട് ബുധൻ 4 പ്രാവശ്യം സൂര്യനെ ചുറ്റും. എത്ര പ്രാവശ്യം? നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക. 4 പ്രാവശ്യം. 84 ഗുണം 4 ഇട്ട് നോക്കിയാൽ 32 മൊത്തത്തിൽ വരുമ്പോ 4 പ്രാവശ്യം എന്ത് ചെയ്യും? ബുധൻ ചുറ്റും. ആ സമയത്ത് സൂര്യനെ ഭൂമി ഒന്നേ ചുറ്റത്തുള്ളൂ ഈ 365 ദിവസം കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ഏറ്റവും അപ്പുറത്ത് കിടക്കുന്നവൻ നെപ്റ്റ്യൂണാണ്. ഏതാണ്? അതിന് 164 വർഷം വേണം. എത്ര വർഷം? നമ്മുടെ ടൈമിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മുടെ ടൈമിൽ, ക്രോണോളജിക്കൽ ടൈമിൽ ഈ നെപ്റ്റ്യൂണ് സൂര്യനെ ഒന്ന് ചുറ്റണമെങ്കിൽ എത്ര വേണം? 164, 68 2 കണക്കുണ്ട്, 64 എടുത്ത് 164 വർഷം എന്ത് ചെയ്യണം? വേണം. നിങ്ങളൊന്ന് നമ്മുടെ ഗാലക്സിയുടെ ഇത് കണ്ടോ? തൊട്ടടുത്ത് കിടക്കുന്ന ബുധൻ എത്ര പ്രാവശ്യം ഒരു വർഷത്തിൽ ചുറ്റി? നമ്മുടെ ഉറക്കെ പറ. 364 പ്രാവശ്യം. നമ്മളെത്ര ചുറ്റും? 1 പ്രാവശ്യം ചുറ്റും. എന്നാൽ അങ്ങേ അറ്റത്ത് കിടക്കുന്ന നെപ്റ്റ്യൂൺ, ഇപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട, പിന്നെ പോയി നോക്കിയോ സാറേ. അല്ല, നെപ്റ്റ്യൂൺ എത്ര ആകും? 164 വർഷം. ഇങ്ങനത്തെ ഒന്നാണ് നമ്മളായിരിക്കുന്ന ഗാലക്സി. ഓ, ദർശനത്തിന് ഒരു അവധി വെച്ചെന്ന വാക്ക് പറഞ്ഞോണ്ട് ഇത്ര വിഷയം. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ഗാലക്സി. ഇങ്ങനെ 200 മില്യൺ ഗാലക്സി ഉണ്ടെന്ന നാസ കണ്ടുപിടിച്ചേക്കുന്നത് കുറഞ്ഞത്. ഓ, നിങ്ങൾ എന്നോട് ഉണ്ടോ? എത്ര? 200. ഉറക്കെ പറ. അവരുടെ കണക്കനുസരിച്ച് അവർ പറഞ്ഞ ഒരു അസംഷനിൽ പറയുകയാണ്. അവർ പറയുകയാണ് 200-നും 500-നും ഇടയ്ക്കായിരിക്കാം കണ്ടുപിടിക്കപ്പെട്ട ഗാലക്സി. 200 മില്യൺ, 200 അല്ല, 200 മില്യണിലധികമുണ്ട്. ഓ, നിങ്ങൾക്ക് ആർക്കും ഒരു സ്വോത്രം പറയാൻ തോന്നുന്നില്ലേ? സാർ, ദൈവം ഇതിലെ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന ടൈം, ഈ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ടൈമാണ്. ഈ ഭൂമിയുടെ ടൈമിൽ ഈ ഗാലക്സി നമ്മൾ കണക്ക് പറയുമ്പോ തന്നെ അങ്ങേയറ്റത്തെ നെപ്റ്റ്യൂൺ 164 വർഷം വേണം. ഇങ്ങനെയുള്ള 200 മില്യൺ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ സൃഷ്ടിച്ചവന്റെ പേര് സർവശക്തൻ. ആശ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവം സഞ്ചരിക്കുന്നത് ഈ ക്രോണോളജിക്കൽ ടൈമിലല്ല. ഇതാണ് ക്രോണോളജിക്കൽ നാം ആയിരിക്കുന്നത്. എന്നാൽ സകലത്തെ സൃഷ്ടിച്ചവൻ, ഇത്ര മില്യനെ സൃഷ്ടിച്ചവൻ, അവ സഞ്ചരിക്കുന്നത് കെയ്റോസിലാ സഞ്ചരിക്കുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാതെ വേണം. അത്രത്തോളം സർവശക്തനെയോ ഇന്ന് രാവിലെ നമ്മൾ അപ്പ എന്ന് വിളിച്ച് ആരാധിക്കുന്നതെന്ന് ഉറപ്പുള്ളവർക്കൊക്കെ ഒന്ന് സ്തോത്രം പറയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളൊന്ന് ഒരു ഭാവന കൂടെ പറഞ്ഞ ഭാവനയല്ല. അങ്ങനാണെങ്കിൽ 200 മില്യൺ നാസ കണ്ടുപിടിച്ചതിനകത്ത് 200 മില്യനകത്ത് 1 മില്യൺ മാത്രമാണ് നമ്മളായിരിക്കുന്ന ഗാലക്സി മിൽക്കി വേ അല്ലേ? അതിനകത്ത് 1 ഗ്രഹം മാത്രമാണ് ഈ ഭൂമി അല്ലേ? അതിന്റെ 2 വെള്ളമല്ലേ? 1 ഉള്ള കര. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 1 കരയ്ക്കകത്ത് നിങ്ങളത് ഇരിക്കാൻ കയറി വന്ന് ചിന്തിച്ചു നോക്കണേ. 1 ഭാഗം മാത്രമാണ് ഏഷ്യൻ ഭൂഖണ്ഡം. അതിന്റെ 1 ഭാഗം മാത്രമാണ് നമ്മുടെ കൊച്ചിന്ത്യ. അതിന്റെ 1 ഭാഗം മാത്രമാണ് ഇങ്ങേ അറ്റത്ത് കിടക്കുന്നതാണ് കേരളം. അതിന്റെ ഒരു കൊച്ചു ഭാഗത്ത് കിടക്കുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി.
അതിൻ്റെ ഒരു കൊച്ചു ഭാഗത്തിരിക്കുന്നതാണ് പാറോട്ട് കോണം. അതിനകത്ത് ഒരു കൊച്ചു ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ദൈവം നിൽക്കുന്ന ലെവലും നമ്മളിരിക്കുന്ന അവസ്ഥയും. നിങ്ങളാരും സ്വോത്രം പറഞ്ഞില്ലല്ലേ? അല്ലെങ്കിൽ 200 മില്യനെ തുടങ്ങണേ, ആ നമ്മുടെ അപ്പനിരിക്കുന്ന അവസ്ഥയും നമ്മളിരിക്കുന്ന അവസ്ഥ തമ്മിൽ. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അപ്പ എന്ന് വിളിച്ചൊന്ന് സ്തോത്രം പറയുമ്പോ, ഈ പാറോട്ട് കോണത്തിരുന്ന് എന്റെ ദൈവമേ എന്ന് വിളിച്ചൊന്ന് കരയുമ്പോ, ഇത്രത്തോളം ചിന്തിച്ചു നോക്കി, ഇത്രത്തോളം മഹത്വത്തിൽ നിൽക്കുന്നവൻ, ഇത്രത്തോളം വ്യാപ്തിയിൽ നിൽക്കുന്നവൻ, നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ആ നല്ല ദൈവത്തെ സേവിക്കാൻ ഉലകത്തിൽ ഭാഗ്യം ലഭിച്ചവർ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ആ വെളിപ്പാട് അകത്തേക്ക് വെറുതെ പറ, എന്റെ ദൈവം അവൻ ചെറിയവനല്ല, എന്റെ ദൈവം അവൻ സർവശക്തനാണ്. ഞാനൊരു വാക്ക് പറഞ്ഞു പോട്ടെ, ഹല്ലേലൂയ. അതുകൂടെ പറയുമ്പോൾ നമ്മുടെ ബാങ്ക് ക്ലോസ് ആകും. നമ്മുടെ ദൈവം ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ആണോ? ആ ഒരു വെളിപ്പാട് ഇന്ന് രാവിലെ കയറിയാൽ രക്ഷപ്പെട്ടു. ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ഒരു ജില്ലയുടെ ദൈവമല്ല, ഒരു സംസ്ഥാനത്തിന്റെ ദൈവമല്ല, ഒരു രാജ്യത്തിന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം സർവചരാചരങ്ങളുടെ ദൈവമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? കേരളത്തിലെ ദൈവം പലതും തമിഴ്നാട്ടിലെ ദൈവമല്ല പലർക്കും, ആണോ? തമിഴ്നാട്ടിലെ പല ദൈവങ്ങളെ കേരളത്തിലുള്ളവർക്ക് അറിയത്തു പോലും ഇല്ല പലർക്കും, നമുക്കല്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ ദൈവത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ. അവന്റെ പേര് യാഹെന്ന, അവന്റെ പേര് യാഹ്വേ എന്ന, അവന്റെ പേര് ആൾമൈറ്റി എന്ന. എത്ര പേർക്കും ധൈര്യത്തോടെ പറയാൻ പറ്റും, ഈ ദൈവത്തെ സേവിക്കാൻ ലഭിച്ച ഭാഗ്യം അത് ശ്രേഷ്ഠമാണ്. പോട്ടെ, എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരും, നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ കയറി വന്ന ഒരു ദൂതാണ്. അപ്പൊ പറയാൻ വന്നത്, അപ്പൊ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ദൈവം സഞ്ചരിക്കുന്ന ടൈം, അത് മനസ്സിലായല്ലോ? എറ്റേണൽ ടൈം. എന്താണ് എറ്റേണൽ ടൈം? നമ്മൾ ഇരിക്കുന്നത് ക്രോണോളജിക്കൽ ടൈം. ഈ ക്രോണോളജിക്കൽ ടൈമിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് 7 കാലങ്ങളാണ്. ഞാൻ ഈ ഒന്നും എടുക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് കയറുക. 7 കാലങ്ങളാണ്, 7 കാലങ്ങൾ. അതിനകത്ത് 4ാമത്തെ കാലമാണ് സുവിശേഷകാലം. എന്താണ്? ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സുവിശേഷകാലം. അപ്പോ അനാദികാലം വിട്ടു, അതുപോലെ പുരാതന കാലം വിട്ടു, പൂർവ്വകാലം വിട്ടു, 3ാമത്തത് ന്യായപ്രമാണ കാലം വിട്ട് നമ്മളായിരിക്കുന്ന ഈ കാലത്തിന്റെ പേരാണേത്? ഉറക്കെ പറഞ്ഞതിലെ സുവിശേഷകാലം. ഈ സുവിശേഷകാലത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന 3 പേരുകളുണ്ട്. ഒന്ന് കൃപയുടെ കാലം. എന്നാണ്? നമ്മൾ പെട്ടെന്ന് ഈ വാക്യത്തില്ല, കൃപയുടെ കാലം. 2 സുപ്രസാദ കാലം. 3 രക്ഷാദിവസം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളായിരിക്കുന്ന ഈ കൃപയുടെ കാലം എന്നാ തുടങ്ങിയെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ച് കർത്താവിൻ്റെ, ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഞാൻ അല്പം സ്പീഡിലായിരുന്നു, ഞാൻ ശാന്തമായി, കാരണം നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് കയറിപ്പോയി. ഇനി അല്പം ശാന്തമായി പറഞ്ഞാലേ പറ്റൂ. നമ്മുടെ കർത്താവ് എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ കൃപയുടെ കാലഘട്ടം ആരംഭിച്ചു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് നമ്മുടെ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയത്? എന്താണ് നമ്മുടെ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയത്? പെട്ടെന്ന് പറയാമോ? എന്താ തുടങ്ങിയത്? ആദ്യത്തെ കർത്താവിന്റെ മെസ്സേജ് അതറിയാമോ? ആദ്യത്തെ പ്രസംഗം, ഫസ്റ്റ് മെസ്സേജ്, അതിനൊരു പേരുണ്ട്, മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത്, അല്ലെ? മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ഫസ്റ്റ് മെസ്സേജ് ഉണ്ട്. അതാണ് കർത്താവ് ജനിച്ച നാസറത്തിൽ, അല്ലെ വളർന്ന നാസറത്തിൽ കർത്താവ് പ്രസംഗിച്ച നാസറത്ത് മാനിഫെസ്റ്റോ. എന്താണ് നാസറത്ത് മാനിഫെസ്റ്റോ? ആ മാനിഫെസ്റ്റോ എളിവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് അന്ന് കർത്താവ് നാസറത്ത് മാനിഫെസ്റ്റോ നടത്തിയത്. അതാണ് കർത്താവിന്റെ ഫസ്റ്റ് മെസ്സേജ്. എന്ന് ഈ വാക്യം പറഞ്ഞോ അന്ന് കൃപയുടെ കാലഘട്ടം ആരംഭിച്ചു. നിനക്കാർക്ക് മനസ്സിലായില്ല? ആ കൃപയുടെ കാലഘട്ടം ആരംഭിച്ചു. ശ്രദ്ധിക്കണേ, ആ കൃപയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഇനി ഇതെന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 2ാം വരവിന്റെ സെക്കൻഡ് ഫേസ് വരെ, അല്ല ഫസ്റ്റ് ഫേസ് വരെ, സെക്കൻഡ് അല്ല ഫസ്റ്റ് ഫേസ് വരെ ഇത് കൃപയുടെ കാലമാണ്. ഏത് കാലമാ? ഉറക്കെ പറഞ്ഞതില്ലേ, ഗ്രേസ് പീരീഡ്. നമ്മൾ ആ വാക്ക് കേട്ടുണ്ട്, ഗ്രേസ് പീരീഡ്. നമ്മൾ അതിലേക്ക് കയറുന്നത്. ഈ ഗ്രേസ് പീരീഡിന് ഒന്ന് ഇത് സഭായുഗമാണ്, 2 കൃപയുടെ യുഗമാണ്, അപ്പോൾ തന്നെ ഇത് സുപ്രസാദ കാലമാണ്, അപ്പോൾ തന്നെ ഇത് രക്ഷാ ദിവസമാണ്. ഇവിടെ കിടക്കുന്ന വാക്യം നോക്കിയാട്ട് അവിടെ കിടക്കുന്നത്, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. നിങ്ങൾ എന്നോടുണ്ടോ? പ്രസാദ കാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഇപ്പോഴാകുന്നു. ആര് പറയുക? പൗലോസ് പറയുന്നു. ഇത് പറഞ്ഞത് ന്യായപ്രമാണ കാലത്താണെങ്കിലും യെശയ്യാവിന്റെ കാലഘട്ടത്തിലാണ് പറഞ്ഞതെങ്കിലും ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഏത് കാലത്തിൽ? ഈ സുവിശേഷ കാലത്തിലാണ് ദൈവത്തിന്റെ സുപ്രസാദ കാലം വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മള് ഈ കാലത്തിലേക്ക് ഒന്ന് കയറുക. നമ്മുടെ ചിത്തമറക്കല് കല്ലരിയ അവിടെ പറഞ്ഞ വാക്ക് ഏത് കാലമായത്? ഈ കാലം സുപ്രസാദ കാലം, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കാലം. അത്ര മനസ്സിലായോ? അടുത്തത് ഈ വ്യക്തിത്വമാര് അവിടെ കിടക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക്
ഈ പെട്ടെന്ന് നമ്മൾ യെശയ്യാവിലേക്ക് ഓടിക്കയറുക, നമുക്ക് സമയമില്ല. യെശയ്യാവിലേക്ക് ഒന്ന് വന്നാട്ടെ. യെശയ്യാ പ്രവചനം 49:8 ഒന്നും കൂടെ വായിച്ചാട്ടെ പെട്ടെന്ന്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ശ്രദ്ധിക്കണം, നമ്മളിന്ന് രാവിലെ രക്ഷാദിവസം എന്ന വിഷയത്തിലേക്ക് പോകുന്നില്ല. ഏതാണ് രക്ഷാദിവസം? അത് നമുക്ക് എടുക്കാൻ സമയമില്ല. പ്രസാദകാലം എന്ന വിഷയത്തിൽ മാത്രം നിൽക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഞാൻ കുറെ ചരിത്രം പറഞ്ഞു വിടുകയല്ല. ഈ മെസ്സേജിന്റെ അവസാനം 4 ഡെലിവറൻസുകളുണ്ട്. എത്ര വിടുതലുകളുണ്ട്? ഞാൻ എപ്പോഴും പറഞ്ഞ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രസംഗം കേൾക്കാം, ആത്മാവി ജാഗരിച്ചിരുന്നാൽ വിടുതൽ പ്രാപിക്കാം. ഇത് കൊണ്ടുവന്ന ഒരു ദൈവദാസനം കൊണ്ടുവന്ന കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കയ്യിലൊന്നുമില്ല, ഒരൊറ്റ മെസ്സേജ് മാത്രമേ ഉള്ളൂ. ആ മെസ്സേജിനകത്ത് വല്ലോ സംഭവിക്കണമെങ്കിൽ നമ്മൾ ആത്മാവി ജാഗരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രസാദ കാലത്ത് 4 വിടുതലുകളുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു സബ്ജക്റ്റ് വരണം. ആരോടാ പറയുന്നത്? യെശയ്യാവിൽ പറഞ്ഞത്. യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉറക്കെ പറഞ്ഞു വിതലേ, ഞാൻ നിനക്ക്. അപ്പൊ ഇത് ആരാ ഇയാള്? നമ്മളാണോ? ഞാനല്ല കേട്ടോ. ഷിജു പാഷ അല്ല, സമദ് പാഷ അല്ല, അല്ല വില്യം പാഷ അല്ല, കർത്തൃദാസന്മാരാരുമല്ല. ആരെയോ നോക്കിക്കൊണ്ട് യെശയ്യാ വിളിച്ചു പറയുകയാണ്, പ്രസാദകാല സർവശക്തനെ കൂടെ സർവശക്തൻ പറയുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളി ചെയ്തു. ആര്? സർവശക്തൻ. ആരോട്? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതറിയണമെങ്കിൽ അല്പം കൂടെ ബാക്കിലേക്ക് പോകണം. ശ്രദ്ധിക്കണേ, അതൊന്ന് പറഞ്ഞ് നമ്മുടെ 4 വിടുതലുകളിലേക്ക് വരിക. അതറിയണമെങ്കിൽ നമ്മൾ യെശയ്യാ പ്രവചനത്തെ കുറിച്ച് അതറിയണം. ഇനി ശ്രദ്ധിക്കണേ, അല്പം ഗ്രഹിക്കാൻ പാടാ. യെശയ്യാ പ്രവാചകൻ 7 മർമ്മങ്ങൾ പ്രവചിച്ച വ്യക്തിയാണ്. എത്ര മർമ്മം? 7 മർമ്മങ്ങൾ. 7 തൊടുന്നൊന്നുമില്ല. അതിലെ ഒരു മർമ്മമാണ് സെർവന്റ് സോങ്ങുകൾ, അല്ലെ ദാസപ്പാട്ടുകൾ. എന്താണ് ആ വാക്ക് പറഞ്ഞേ? അത് തന്നെ. നമ്മുടെ ലീഡർഷിപ്പ് പേരാണ്. നമ്മുടെ ലീഡർഷിപ്പ് പേരാണ് ദാസപ്പാട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. നമ്മുടെ ലീഡർഷിപ്പ്, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് പേരാണ്. നമുക്ക് അല്പം കയറി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ലീഡർഷിപ്പിന്റെ പേര് സെർവന്റ് ലീഡർഷിപ്പ്. എന്താ? കേട്ടില്ല? അത് തന്നെ. പാസ്റ്റർമാരൊക്കെ ചിരിച്ചു, കാരണം ഞങ്ങളൊക്കെ വൈകോളെ പഠിച്ച കാര്യം. ഞങ്ങളെ പഠിപ്പിച്ചു വിട്ട കാര്യം എന്ന് പറയുന്നത് ഏത് ലീഡർഷിപ്പാണ്? ലീഡർഷിപ്പ് പലതുണ്ട്. അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ലീഡർഷിപ്പാണ് സെർവന്റ് ലീഡർഷിപ്പ്. നമ്മുടെ കർത്താവ് ചെയ്ത ലീഡർഷിപ്പ് ഏതാണെന്നറിയാമോ? പറ. ഞാൻ അല്പം നിൽക്കുക. ഇങ്ങനെ ദാസപ്പാട്ടിലേക്ക് വരാം. ദാസൻ, സെർവന്റ് സോങ്ങുകൾ. എന്താണ് യെശയ്യാ പ്രവചിച്ച സെർവന്റ് സോങ്? അതിനകത്താണ് നമ്മുടെ മെസ്സേജ് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ ദാസപ്പാട്ട് നമ്മുടെ കർത്താവിന്റെ ലീഡർഷിപ്പ് ആയിരുന്നു, സെർവന്റ് ലീഡർഷിപ്പാ, അല്ലേ? ആരെ തോർത്ത് കെട്ടിയിട്ട് ശിഷ്യന്മാരുടെ ഞാൻ ഇവിടെ പറയേണ്ട കാര്യമല്ല, പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഞാൻ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കർത്തദാസന്മാർക്കറിയാം, മിനിങ്ങാന്ന് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് പാസ്റ്റേഴ്സ് കോൺഫറൻസ് ക്ലാസ് എടുത്തപ്പം ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിശ്വാസി പാസ്റ്റർ ആകുന്നത് പ്രൊമോഷൻ, ഇവിടെ പറയേണ്ട കാര്യമല്ല, കയറി പറയുക. സെർവന്റ്. ഒരു വിശ്വാസി പാസ്റ്റർ ആകുന്ന പ്രൊമോഷനാണോ ഡീ പ്രൊമോഷനാണോ? നിൽക്കണേ, ആൻസർ പറയാം. പാസ്റ്റേഴ്സ് ക്ലാസ് എടുക്കണം, പാസ്റ്റർ കോൺഫറൻസ് എടുക്കണം. ഒരു വിശ്വാസിയെ പാസ്റ്ററായിട്ട് അത് പ്രൊമോഷനാണോ ഡീ പ്രൊമോഷനാണോ? ഡീ പ്രൊമോഷൻ. ആരോ പറഞ്ഞു ഡീ. വെരി ഗുഡ്, സ്വതന്ത്രം. അത് തന്നെ, മൈക്കിനകത്തോടെ. എന്നാ പ്രൊമോഷൻ അല്ല, ഡീ പ്രൊമോട്ട് ചെയ്താ ദൈവം. ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ പിന്നെ ആർക്കും പാസ്റ്റർമാരാകണ്ട. നമ്മൾ ഈ പാശ്ചാത്യ പണങ്ങല്ലേ, നിങ്ങൾ ആരോടും പറയല്ലോ. പാശ്ചാത്യരായിട്ട് നമ്മൾ എന്ത് കഴിച്ചാൽ എല്ലാവർക്കും ആരാകണം? അവിടെയൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഒരു വിശ്വാസി പാസ്റ്ററായാൽ എന്തുവാണ്? നിങ്ങൾ എന്നെ ഇങ്ങനെ ഞെട്ടിയൊക്കെ നോക്കുന്നല്ലോ. സ്വതന്ത്രം. ആ സത്യത. എന്നാ പ്രൊമോഷൻ അല്ല, ദൈവം എന്ത് ചെയ്താ? ഞാൻ ഇവിടെ കർത്തൃദാസൻ വില്യം പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്കല്ല ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം. അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ? എനിക്കും പ്രസംഗിച്ച് വീട്ടിൽ പോകാം. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല, പോകാൻ പറ്റുകയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവ് കാണിച്ച സെർവന്റ് ലീഡർഷിപ്പാണ്. ഡീ പ്രൊമോട്ട് ചെയ്യുക. ബാക്കിയുണ്ട് ഭാഷ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്കിനെ അറിയാമോ? ഞങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെ ഉറക്കെ പറ. ഞങ്ങൾ ക്രിസ്തുവിൽ. പണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരുവനായിരുന്നു ഞാൻ പറഞ്ഞ നിങ്ങളില് പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവനായിരുന്നു ഞാൻ, നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റിയവനായിരുന്നു. പക്ഷേ എന്നെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോ എനിക്കത് പ്രമോഷൻ അല്ല കിട്ടിയത്. എന്നെ ദൈവം എത്തിയത്, എന്നെ നിങ്ങളുടെ ദാസനായി അരകെട്ടി ശുശ്രൂഷിക്കാൻ എന്റെ ദൈവം എന്നെ ഡീ പ്രൊമോട്ട് ചെയ്തതാ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങളിലാരാ വലിയവനെന്നൊക്കെ ചോദിച്ച് തർക്കം നടക്കുന്ന എന്തിനാ? സെർവന്റ് സോങ് പറയുമ്പോൾ അത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. എങ്കിലേ ആരാ ഈ സെർവന്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഒരു സെർവന്റിനോടാണ് ദൈവം പറയുന്നത്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ പറയുന്നത് ഒരു സെർവന്റിനോടാ പറയുന്നത്. ഒരുവൻ സെർവന്റ് ആകുമ്പോൾ അവന്റെ മേൽ നിയോഗ ദൈവാത്മാവ് കൽപ്പിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ,
എന്താ ടോപ്പിക് എൻ്റെ അങ്ങ് പോകുന്നു. എനിക്ക് ഞാൻ ഈ വിഷയം ഇന്നും കൊണ്ട് നിർത്തും, ഈ സബ്ജക്റ്റ്. ഇങ്ങനെ പറയാം, നമുക്കറിയാം ഈ നമ്മൾ പലപ്പോഴും ദൈവദാസന്മാരൊക്കെ പണ്ട് പറയുമായിരുന്നു ഈ തട്ടാൻ അല്ലേ, സ്വർണ്ണം ഉരുക്കുന്ന സ്വർണ്ണപ്പണി എന്ന് പറയുന്നത്, സ്വർണ്ണപ്പണിക്കാരൻ അവരെ വിളിക്കുന്ന വാക്ക തട്ടാൻ അല്ലേ, ആ വാക്കൊക്കെ പറഞ്ഞോട്ടെ. സ്വർണ്ണപ്പണിക്കാരൻ ഉമിത്തിക്കകത്ത് എന്ത് ചെയ്യും? തീ ഉണ്ടാക്കിയിട്ട് സ്വർണം അതിനകത്ത് ഇടും അല്ലേ. പണ്ടൊക്കെ ആയിരുന്നേ നമ്മള് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ നാട് റാന്നിയാ, ഒക്കെ എല്ലാവർക്കും അറിയാം. റാന്നിയിൽ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്വർണ്ണക്കടയുടെ മുമ്പിൽ ഒരു തട്ടാൻ ഇരുന്നിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഇരുന്ന് എന്ത് ചെയ്യും? സ്വർണ്ണം ഒരുക്കും. ഇപ്പോഴവരകത്ത് കയറി എ സിക്കകത്ത് അവരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അവരെ കാണാത്ത എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ ഇപ്പൊ എ സിക്കകത്ത് പറയാൻ പറഞ്ഞ വാക്ക് പണ്ടിരിക്കുമായിരുന്നു. ഈ സ്വർണ്ണം വിട്ടേച്ച് ഞാൻ പലപ്പോഴും പോയി നിന്നിട്ടുണ്ട്. റാന്നി ഇട്ടിപ്പാറ സ്റ്റാൻഡ് അടുത്ത് ഒരു സ്വർണ്ണ, ഞാൻ ഒന്നിൻ്റെ എക്സിക്യൂട്ടീവോ പ്രൊമോട്ടറോ അല്ല, പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്വർണ്ണക്കടയുണ്ട്. ഞങ്ങൾ ബസ് വരാൻ വേണ്ടി അന്ന് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. ബസ് വരാൻ വേണ്ടി ഇദ്ദേഹത്തെ പൊതിക്കും. നമ്മളിനി 10 പേര് എന്നാൽ ഇദ്ദേഹം തല കുറിച്ച് നോക്കത്തില്ല. ഇദ്ദേഹം ഒരു നമുക്കറിയാം അല്ലേ, നമ്മുടെ മലയാളം വാക്കിൻ്റെ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് എന്ത് ചെയ്യും, ഒരു മിററൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പുള്ളി എന്ത് ലെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് നോക്കിയിരിക്കും. നമ്മൾ ഈ ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയേ, ഇതൊരു ദൂതാകട്ടോ, ഇദ്ദേഹത്തോട് ചോര്, ഈ സ്വർണ്ണപ്പണിക്കാരനോട് ചോര്, എൻ്റെ പൊന്നെ ഈ സ്വർണ്ണം ഇതിനകത്തിട്ടേച്ച് നിങ്ങൾ എന്തിനാ നോക്കിയിരിക്കുന്നത്? ഈ സ്വർണ്ണം ഇതിനകത്ത് കിടക്കുകയല്ലേ. ഇതൊക്കെ ദൈവദാസന്മാർ എടുക്കുന്ന വിഷയം, എൻ്റെ വിഷയമല്ല, പറഞ്ഞു കയറി വന്ന വിഷയമാണ്. സ്വർണ്ണം ഇതിനകത്ത് കിടക്കുക അല്ലേ. ഇന്നത്തെ വിലയൊക്കെ നമുക്കറിയാം. അന്ന് ഇത്രയും വിലയൊന്നുമില്ല. അന്ന് 5000 രൂപയൊക്കെയുള്ളൂ. അത്രേ ഉള്ളൂ. അന്നൊക്കെ 5000 ഉള്ളൂ. ആ 5000, അന്ന് 5000, ഇന്നത്തെ 1 ലക്ഷത്തിന്റെ വില, അത് വേറെ കാര്യം. അന്ന് 5000 രൂപയുള്ള സ്വർണ്ണം ഇട്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുക, ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇദ്ദേഹത്തോട് ചോദിച്ചാൽ നീ ചായ കുടിക്കാൻ പോകുന്നില്ല, മണിക്കൂറായില്ല ഇതിനകത്ത് കിടക്കാന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഞാൻ സ്വർണ്ണം തീക്കകത്ത് ഇട്ടാൽ എന്ത് ചെയ്യത്തില്ല. വില 5000. എത്രയാ? 5000. വില 5000. അല്ലെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് മോർ ദാൻ 90,000 അല്ലേ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ. അതിട്ട ഒരിക്കലും ഒരു തട്ടാനും എന്ത് ചെയ്യത്തില്ല, ചായ കുടിക്കാൻ പോകത്തില്ല. അങ്ങനാണ് എൻ്റെ പൊന്ന് ഹല്ലലിയ സ്വർണ്ണപ്പണിക്കാര്, നീ എന്തിനാ ഇതിനകത്തിട്ടത്? ഹല്ലലി വില ഇത്ര ഇല്ല. പിന്നെ അദ്ദേഹം പറയുന്ന കീടം പോകണമെങ്കിൽ ഇത് ഇതിനകത്ത് വീണേ വരൂ. സ്വർണ്ണമെന്നൊന്നിന് പേര് വരണമെങ്കിൽ അതിന് ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ്. അതാകണമെങ്കിൽ ഇതിനകത്ത് വീണേ പറ്റൂ. പക്ഷെ ഒരളവിൽ കൂടുതൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഒരളവിൽ കൂടുതൽ തീ വന്നാൽ ഇത് ഉരുകിപ്പോവും. എന്നെയും അപ്പൊ ഈ ഇദ്ദേഹത്തോട് നമ്മളത് ചോദിച്ചു നോക്കിയേ, എപ്പോഴാ നീ തീക്കകത്തുനിന്ന് ഈ സ്വർണം എടുക്കുന്നത്? എന്തിനാ നീ ലെൻസ് വെച്ച് ഈ സ്വർണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ മനുഷ്യൻ പറയും എനിക്കൊരളവുണ്ട്. എന്തുണ്ട്? ദൂതാകട്ടോ ചിലരോട്, എനിക്കൊരളവുണ്ട്. എന്താ നിന്റെ അളവ്? നീ എന്തെങ്കിലും സ്കെയിൽ, ഇന്നൊക്കെ സ്കെയിലൊക്കെ ആണ്, എനിക്ക് ഇന്നത്തെ അറിയില്ല, അന്ന് സ്കെയിലൊന്നുമില്ല. ഈ മനുഷ്യന്റെ നോട്ടത്തിൽ ഈ മനുഷ്യനറിയാം ഈ സ്വർണത്തിന്റെ കീടം മാറിയോ ഇല്ലയോ എന്ന്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ചോദിച്ചേ, എങ്ങനെ അറിയുന്നത്? ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോ ഈ സ്വർണത്തിനകത്ത് എപ്പോഴെന്റെ മുഖം തിളങ്ങി വരുമോ അപ്പോഴിതിന്റെ കീടം മാറിയിട്ടുണ്ട്. ആശ മനസ്സിലാകുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. അതാ ഈ മനുഷ്യന്റെ അളവ്. ഈ നോക്കിയിരിക്കുന്നത് തന്റെ മുഖം ഈ സ്വർണത്തിൽ കാണാൻ പറ്റുമെന്നുള്ള, തന്റെ മുഖം ഇതിനകത്ത് കാണുമ്പോ ഒരു മിററിൽ കാണുന്നത് പോലെ താൻ ഇതിനകത്ത് കാണുമ്പോ അപ്പോൾ അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ കീടം മാറിയെന്ന്. എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കർത്തൃവേല ശോഭിക്കാനായി ആഗ്രഹിക്കുന്ന ചിലരോട് വലിയ കർത്തൃദാസതയ്ക്ക് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മുടെ നല്ല കർത്താവ് നമ്മളെ ചില തീക്കകത്തിട്ടിട്ടുണ്ട് കേട്ടോ. വ്യക്തിപരമായിട്ടുള്ള ദൂതാണ്. ഇന്നത്തെ ചില ശോധനകൾ നിന്നെ തകർക്കാനല്ല, ഇന്നത്തെ ചില വെല്ലുവിളികൾ നിന്നെ തകർക്കാനല്ല, ഇന്നത്തെ ചില തീശൂളകൾ നിന്നെ തകർക്കാനല്ല. എപ്പോ അവന്റെ മുഖം നമ്മിൽ കാണുമോ അപ്പോൾ നമ്മുടെ കീടം മാറും, അപ്പോൾ നമ്മെ അവൻ പുറത്തെടുക്കാനിടയാകും. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. നിന്റെ ശോധന അവൻ അറിയാത്തവനല്ല, നിന്റെ ഭാരം അവൻ അറിയാത്തവനല്ല, നിന്റെ വേദന അവൻ അറിയാത്തവനല്ല. എപ്പോ നിന്നെ പുറത്തെടുക്കണമെന്ന് അവന് നല്ലവണ്ണം അറിയാം. പറയാൻ വന്ന വാക്ക് പറക്കല്ലേ സ്വതം. ചില ആൾക്കാര്, ഞാൻ ഒരു വാക്ക് കറക്ഷൻ നടത്തിയില്ലെങ്കിൽ പ്രശ്നം. ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, കർത്താവെ ഞങ്ങളുടെ ദാസൻ. എന്നാ ദാസൻ? നിങ്ങൾ തിരുവനന്തപുരക്കാരായിട്ട് റാന്നിക്കാരൊക്കെ പറഞ്ഞൊരു വാക്കാണ്, കർത്താവെ ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കും. ഒരു പാഷ നിങ്ങളുടെ ദാസനല്ല, ദൈവത്തിന്റെ ദാസൻ. പൗലോസ് പറഞ്ഞ ക്രിസ്തുവിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ. ആരാ? ഉറക്കെ പറ, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു മാറിയ പിന്നെ ആരല്ല? നിങ്ങൾ എന്നോട് ഉണ്ടോ? ക്രിസ്തു മാറിയ പിന്നെ ആരും ആരുടെയും ദാസനല്ല. ഒരുവൻ നിങ്ങളുടെ ദാസനായത് ആരിലാണ്? ക്രിസ്തുവിൽ. നമ്മുടെ വിഷയം അവിടെയാ. നമ്മുടെ മെസ്സേജിലൊക്കെ ഞാൻ പോകുന്നത്. എന്തിനാ കർത്താവിനെ ടോപ്പിക്ക് മാറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത വിഷയം വരുമ്പോ. ക്രിസ്തുവിലാണ്. പക്ഷേ
ഈ നിങ്ങളാരും പ്രാർത്ഥിക്കത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാതെ. ചില ആൾക്കാർ പറയാം, കർത്താവേ ഞങ്ങളുടെ ദാസനെ പറ. ഒരു പാസ്റ്റർ വിശ്വാസിയുടെ ദാസനല്ല. അങ്ങനെ പൗലോസ് ഒരു ഡീ പ്രൊമോഷൻ ക്രിസ്തുവിൽ കാണിച്ചെങ്കിലും കർത്താവിന്റെ ദാസനാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ, ഇല്ല ഞാൻ പോവാ. ആരുടെ ദാസനാ? അത് തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പലരും വേദികൾ തരാത്ത. നിങ്ങൾ തരുന്ന വേദികൾക്കായി സ്തോത്രം. ഇതുപോലെ പറഞ്ഞ ഉള്ള വേദി ഞങ്ങൾ അങ്ങ് മുടക്കും. വല്ല മനസ്സിലായോ? അല്ലെ, നമ്മൾ ആത്മാവി കണ്ടോണം. ഒരു ദൈവദാസനെ ആർക്ക് തുല്യം കാണണം? ഈ അടുത്തിരിക്കുന്ന ഒരു വാക്കൂടെ ചോദിക്കട്ടെ, ഒരു വാക്ക് തൊട്ടടുത്തിരിക്കുന്ന ആരാ? നിങ്ങൾ ചിലപ്പോൾ തോമാച്ചാരെന്നോ കറിയാച്ചാരെന്നോ ശോശമാമയെന്നൊക്കെ പറഞ്ഞേക്കും. പക്ഷെ ബൈബിൾ പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ശോശമാമയും കറിയാച്ചാരും ഒന്നും അല്ല, യേശു അടുത്തിരിക്കുന്നത്. ആരായിരിക്കുന്നത്? പറ, ആരായിരിക്കുന്നത്? അങ്ങനല്ലേ കൊലോസ്യ ലേഖനം ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് മടക്കി വരിക. കൊലോസ്യ ലേഖനം 3:1 തൊട്ടുള്ള വാക്യം നമ്മൾ പഠിച്ചെടുക്കണം. ഞാൻ തന്നെ പറഞ്ഞു വിടാം. അവിടെ ഇങ്ങനെ കിടക്കുന്ന പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിൽ മരിച്ചു. എന്ത് ചെയ്തു? ക്രിസ്തുവിൽ മരിച്ചു, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്തു? പറ, ഞങ്ങൾ മരിച്ചു. നമ്മൾ രക്ഷിക്കപ്പെട്ടവർ നമ്മൾ എന്ത് ചെയ്തു? പറയുന്നതിന് നിങ്ങളുടെ പറയാൻ പേടി. അല്ലെ, പൗലോസ് പറഞ്ഞ വാക്കൊന്ന് വായിച്ചാൽ പെട്ടെന്ന് എടുത്തേ. കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നേ, എന്നിട്ട് നമുക്ക് മടങ്ങി വരണം. കൊലോസ്യ ലേഖനം 3:3 വാക്യം ഒന്ന് വായിച്ചേ. 3-ാം വാക്യം പെട്ടെന്ന്. നോക്കിയാ, നിങ്ങൾ കൊലോസ്യ സഭയോട് പറയാം, നിങ്ങൾ ഇവിടെ ഉണ്ടോ? എടുക്കണ്ട. നിങ്ങൾ മരിച്ചു. ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ മരിച്ചെന്ന് പറയോ? നിങ്ങൾ മരിച്ചു. അടുത്തിരിക്കുന്ന ആരാ നോക്കിയൊക്കെ പറയാവൂ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട്. വായിക്കണ്ട. നോക്കിയാ, നിങ്ങള് എന്ന് മരിച്ചു. കൊലോസ്യ സഭയോട് പറയാം, നിങ്ങൾ മരിച്ചു. എപ്പോ മരിച്ചു? പറ, എപ്പോ മരിച്ചു? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ നമ്മൾ മരിച്ചു എന്ന് പറയാൻ ഞാൻ ഇങ്ങനെ പറയാം. നിങ്ങളോട് പറയുമ്പോ പ്രശ്നം വന്നിരിക്കാം. ഞാൻ പറയാം, ഷിജു മരിച്ചു. ആര് മരിച്ചു? പറ, എന്റെ പേരാ ഷിജു എന്ന്. പണക്കമില്ല. ഷിജു എന്ത് ചെയ്തു? എന്നെ നോക്കി പറഞ്ഞ ഷിജു മരിച്ചത് പറ. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഞാൻ മരിച്ചു അല്ലേ? എന്ന് മരിച്ചു? 1999 മെയ് മാസം 24-ാം തീയതി എന്റെ യേശുവിനെ കണ്ടുമുട്ടി അന്ന് രാത്രി 11:30 ഞാൻ മരിച്ചു. ഷിജു മരിച്ചു. നോക്കിയേ, നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മള് പറ, പറയാൻ പേടിയാണ്. ധൈര്യത്തോടെ പറ. നമ്മളെന്ത് ചെയ്തു? അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചു, എന്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുക? മറഞ്ഞിരിക്കുന്നു. ഇനി എന്നെ കാണണമെങ്കിൽ അടുത്ത വാക്യം കിടക്കുന്നു, നമ്മുടെ ജീവൻ. അടുത്ത വാക്യം എടുക്കാമോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്വി വെളിപ്പെടും. നമ്മളെ കാണണമെങ്കിൽ, ഷിജുവിനെ കാണണമെങ്കിൽ അന്നേ കാണാൻ പറ്റും, വേറെ പുസ്തകത്തിന്റെ അഭിപ്രായത്തിൽ. അപ്പൊ ഞങ്ങളോട് പ്രസംഗിക്കുന്ന ആരാ? പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, ഇനി ഞാനല്ല, എന്നിൽ ആരാണ്? ഉറക്കെ പറ. അപ്പൊ ഈ നിൽക്കുന്ന ആരാ? പറ ദൈവത്തില്. ആരാ നിൽക്കുന്നേ? അത് പറയാൻ അല്പം മടി വരുന്നൊരു കാര്യമാണ്. ഈ നിൽക്കുന്ന ആരാ? ക്രിസ്തു. അടുത്തിരിക്കുന്ന ആരാ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കർത്താവിന്റെ ദാസൻ വിനു ബ്രദർ, ഞാൻ അദ്ദേഹത്തെ പറയുക, കർത്താവിന്റെ ദാസൻ വിനു ബ്രദർ മരിച്ചു. പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, മരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു അല്ലേ? ഇനി എന്ന് കാണാൻ പറ്റും? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ അന്ന് തേജസ്വി കാണാം. നിങ്ങൾ എന്നോട് വാ. അല്ലടി അന്ന് മരിച്ച സമയത്തെ അല്ല, അല്ലടി ഒരു വിത്ത് അത് വളർന്നു കഴിയുമ്പോ ആ വിത്തിനോട് ഗുണമില്ലാത്തൊരു സസ്യം മുളച്ചു വരുന്നത് പോലെ അല്ലടി കർത്തൃദാസനെ കാണാവുന്നത് ഈ ബോഡിയിലല്ല, ഒരു ഗ്ലോറിഫൈഡ് ബോഡി കാണാം. അപ്പൊ ഇരിക്കുന്നത് ആരാ? പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ കർത്താവിന്റെ ദാസൻ വിനു ബ്രദറല്ല ഇരിക്കുന്നത്, ക്രിസ്തുവാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്നോട് ഉണ്ടോ? ആരായിരിക്കുന്നത്? നമ്മൾ അടുത്തിരിക്കുന്ന ആള് യേശുവാണെന്നുള്ള ചിന്ത കൈ കൊടുത്താൽ എന്നാ കൈ കൊടുപ്പായിരിക്കും അല്ലേ? നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? ഞാനിത് കഴിഞ്ഞിറങ്ങി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വില്യം അല്ല, യേശുവാ ഇരിക്കുന്ന. സബദ് കർത്താവിന്റെ ദാസൻ അല്ലേ? ആരാ? നമുക്ക് ആ ഒരു വെളിപ്പാടിലേക്ക് പോട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. പറയാൻ വന്നത്, ഇവിടെ പറയുന്നത് ആരോടാ? സെർവൻസ്. യെശയ്യാവ് പ്രസംഗിച്ച 7 പാട്ടുകളിൽ 7 മർമ്മങ്ങളിൽ ഒന്നാണ് സെർവൻ സോങ്. എന്നാ? ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നത്. നിങ്ങൾ യെശയ്യാവിൽ പറയുന്ന വിഷയം, യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ 4 ദാസപ്പാട്ടുകൾ പാടുന്നുണ്ട്. അത്രയാ? നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്യത്തിലേക്ക് ഓടിക്കുന്നു. 4 ദാസപ്പാട്ട്. ഒന്നാമത്തെ പാട്ട് പറയുന്നത് 42-ാമത്തെ അധ്യായത്തിലാണ്. വായിക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു. ഒന്നാമത്തെ പാട്ട് 42-ൽ, രണ്ടാമത്തെ പാട്ട് 49-ൽ, മൂന്നാമത്തെ പാട്ട് 50-ൽ, നാലാമത്തെ പാട്ട് 52-ന്റെ അവസാനം മുതൽ 53-ന്റെ അവസാനം വരെ.
ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. യെശയ്യാവ് എത്ര ദാസപ്പാട്ട് പാടുന്നുണ്ട്? അത് മനസ്സിലായാലേ നമുക്ക് ഈ പ്രസംഗത്തിലേക്ക് കയറാൻ പറ്റൂ. 4 ഡെലിവറൻസ് എന്നാന്ന് അറിയാനും പറ്റൂ. ആരാണ് ഈ വ്യക്തിത്വം? പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരം അറിഞ്ഞതല്ല കിടക്കുന്നത്. അപ്പൊ ഇത് ആരോടാ ഈ പറയുന്നത്? ആരോടാ പറയുന്നത് അറിയണമെങ്കിൽ യെശയ്യാ പറയുന്ന ദാസപ്പാട്ട് എന്നാന്ന് അറിയണം. ദാസപ്പാട്ട് അറിഞ്ഞതിന്റെ ദാസപ്പാട്ടിന്റെ 2ാമത്തെ ദാസപ്പാട്ടിനകത്താണ് പറയുന്നത് ഞാൻ നിനക്കുത്തരം അറിയെന്ന്. അപ്പൊ ഇതാരാണ് നമുക്കൊന്ന് അറിഞ്ഞെങ്കിൽ ഈ വിടുതൽ എന്നാ നമുക്കറിയാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറ. ഇതിൽ കൂടുതൽ എനിക്ക് ഡയലൂട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പൊ ഒന്നുകൂടെ പറയാം. യെശയ്യാവിന്റെ 1ാമത്തെ ദാസപ്പാട്ട് അത് 42-ലാണ്. ഉറക്കെ പറഞ്ഞേ, അത് മാത്രം ഒന്ന് വായിച്ച് സഹായിക്കാമോ? 42-1 നമ്മൾ വായിക്കുന്ന നമുക്ക് നമ്മളെ ബലപ്പെടുന്ന വാക്യ. യെശയ്യാവ് 42-1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ഉള്ളം പ്രസാദിക്കുന്ന വൃതൻ, എന്റെ വൃതൻ. നോക്കിയാ വാക്കട്ടെ, എന്റെ ദാസൻ. അടുത്തത് 53 അറിയാം, എന്റെ ദാസൻ ഉയർന്ന് കൃതാർത്ഥനാകും. അപ്പൊ അവിടൊക്കെ യെശയ്യാ പറഞ്ഞ വാക്കെന്നാ? ദൈവമക്കളെ, ഇന്നത്തെ ഒരു പ്രശ്നം, ദാവീദ് ഗോലിയാത്തിനെ കല്ലെടുത്തെറിഞ്ഞ വിഷയം പറയുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതൊക്കെ അല്പം ഗ്രഹിക്കാൻ ഒരു പാടുള്ള കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കിയാലേ വിടുതൽ എന്നാ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പൊ 1ാമത്തെ പാട്ട് 42-ൽ എവിടെയാണ്? 42-ൽ. 2ാമത്തെ ദാസപ്പാട്ട് 49-ൽ. നിങ്ങൾ പിന്നെ വായിക്കണം. 3ാമത്തത് 50-ൽ. 4ാമത്തത് യെശയ്യാവ് 52-ന്റെ അവസാനം മുതൽ 53-ന്റെ അവസാനം വരെ. ഇതാണ് 4 ദാസപ്പാട്ട്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകൂ. ഈ 4 ദാസപ്പാട്ടിനെ 4ആയി തിരിച്ചാ ബൈബിൾ കോളേജ് പഠിക്കുന്നത്. ഒന്ന്, അത് പ്രസാദിക്കപ്പെട്ട ദാസൻ. ഇപ്പൊ കർത്താവിന്റെ ദാസൻ വായിച്ചപ്പോൾ കാണും, ഇതാ എന്റെ ദാസൻ, എന്റെ ഉള്ളം പറ പ്രസാദിക്കുന്ന, അല്ലേ? അപ്പൊ 1ാമത്തെ ദാസൻ പ്രസാദിക്കുന്ന ദാസൻ, 2ാമത്തെ ദാസൻ പ്രസ്താവിക്കുന്ന ദാസൻ. എന്നാണ്? പ്രസ്താവിക്കുന്ന ദാസൻ. 3ാമത്തെ ദാസൻ പരിത്യജിക്കപ്പെട്ട ദാസൻ. 4ാമത്തെ ദാസൻ പരമോന്നതനായ ദാസൻ. നിങ്ങളാരും ഒരു സ്തോത്രം പറഞ്ഞില്ല. ഇതെല്ലാം വായിച്ച് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഒന്നുകൂടെ പറയാം. 1ാമത്തെ ദാസപ്പാട്ട് പറയുന്നത് എന്നാ? അതിന്റെ തീമെന്ന് പറയുന്നത് പ്രസാദിക്കപ്പെട്ട ദാസൻ. ഉറക്കെ പറഞ്ഞ വാക്ക് അതല്ലേ ഇപ്പൊ വായിച്ച? ഇത് എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ. അപ്പൊ ആ ദാസന്റെ പേരനാ പ്രസാദിക്കപ്പെട്ട ദാസൻ. അടുത്ത വാക്ക് അവിടെ കിടക്കുന്നത്, അതുകൊണ്ട് എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കും. അവിടെ അങ്ങനെ കിടക്കുന്നത് എന്റെ ആരെ? പ്രസാദിക്കപ്പെട്ട ദാസന്റെ മേൽ എന്റെ ആത്മാവിനെ വെക്കും. അങ്ങനല്ലേ വാക്ക്? കർത്താവ് ദാസൻ ഒന്നുകൂടെ വായിക്കാമോ വാക്ക്? ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കും. ആരുടെ മേൽ? പ്രസാദിക്കപ്പെട്ട ദാസന്റെ മേൽ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. 4-1 പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് തിരിച്ചു വരും അതിലേക്ക്. പ്രസാദിക്കപ്പെട്ട ദാസന്റെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വെക്കും. പ്രസ്താവിക്കപ്പെട്ട ദാസൻ 49 സമയമില്ല, ഞാൻ അവിടെ പറഞ്ഞു വിടുക. വായിച്ചു 49-1 തൊട്ട് വായിച്ചാൽ, അവൻ പ്രസ്താവിക്കപ്പെട്ട ദാസൻ, അതുകൊണ്ട് അവന്റെ നാവിനെ ഞാൻ മൂർച്ചയുള്ള വാളാക്കി മാറ്റും. നിങ്ങൾ 49 വായിച്ചോണം. അല്ല, ഓരോന്നിനും ക്ലോസ് ഉണ്ട് കേട്ടോ. ഏത് പ്രോമിസിനും ഒരു ക്ലോസ് കണ്ടീഷൻ ഉണ്ട്. പ്രസാദിച്ചാൽ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും, പ്രസ്താവിച്ചാൽ അവന്റെ നാവിനെ ഞാൻ മൂർച്ചയുള്ള വാളാക്കി മാറ്റും. തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. വാക്യമുണ്ട്, എടുക്കണ്ട. ഇനി 50 വായിക്കുമ്പോ അവിടെ കിടക്കുന്നത് പരിത്യജിക്കപ്പെട്ട ദാസൻ എന്നാ കിടക്കുന്നത്. ത്യജിക്കപ്പെട്ട ദാസൻ, അതുകൊണ്ട് അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറാനിടയായി. ഇപ്പൊ നിങ്ങൾക്ക് ആളുടെ മനസ്സിലായി വരുന്നുണ്ട് അല്ലേ? അല്ലറിയ പരിത്യജിക്കപ്പെട്ട ദാസനായപ്പോ അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറി. എന്നാൽ 52-ന്റെ അവസാനവും 53-ന്റെ മൊത്തം പറയുമ്പോ അവിടെ പരമോന്നതനായ ദാസനായതുകൊണ്ട് അവന് സമ്പന്നന്മാരോടുകൂടെ ഓഹരി കൊടുക്കാനിടയായി. നിങ്ങൾക്കിപ്പോ ഈ ദാസനെ മനസ്സിലായോ? ഒന്ന് ഉറക്കെ പറയാമോ ദാസന്റെ പേര്? ഉറക്കെ പറ. വെളിപ്പാട് മനസ്സിലായവർക്ക് ഒന്ന് ഉറക്കെ പറ. ആരാ? വേറെ ആരും വലിയ ദാസൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാ. ഇനി ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാകൂ. യെശയ്യാ പ്രവചനം നമ്മൾ വായിച്ചത് ഇസ്രായേലാണെന്ന് തോന്നുന്നു. അല്ല, യെശയ്യാവ് പ്രവചിച്ചത് ഇസ്രായേലിനെ കുറിച്ചല്ല, നമ്മുടെ യേശുവിനെ കുറിച്ച് പ്രവചിച്ച കാര്യമാണ്. അതായത് യേശുവി ലോകത്തിൽ അതുകൊണ്ടാണ് ഞാൻ ദാസൻ എന്ന വാക്കിലേക്ക് കയറിയത്. സെർവൻ ലീഡർഷിപ്പാണ് യേശു കാണിച്ചത്. ദാസപ്പാട്ട് പാടിയത് മൊത്തം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാണ്. അവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവിതത്തിന്റെ 4 ഘട്ടമാണ്. ഒന്നാമത്തത് പ്രസാദിക്കപ്പെട്ടവനായതുകൊണ്ട് ആത്മാവിനെ കിട്ടി, അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
അത് മാത്രം പെട്ടെന്ന് പറയാം. എടുക്കേണ്ട വാക്ക് മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് ഈ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം യോർദാനിൽ ഇറങ്ങിയപ്പോ സൃഷ്ടാവ് സൃഷ്ടിയുടെ കയ്യിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഈ ആകപ്പാടെ നമ്മുടെ ശിരസ്സനായി ഇറങ്ങി വരുമ്പോ യോഹന്നാൻ ചോദിച്ച ചോദ്യമുണ്ട്, നീ എന്റെ അടുക്ക സ്നാനപ്പെടാൻ വരുന്നോ? നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. ഉടനെ കഴിഞ്ഞ ദിവസം അഭിഷേകം കയറി വന്നത് ഉടനെ ഹല്ലേലൂയ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അത് പറഞ്ഞ് സ്നാനപ്പെട്ട് കഴിച്ച് കയറിയപ്പോ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു. പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഉടനെ ആത്മാവ് പ്രാവന്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വന്നു. നിങ്ങൾക്ക് ആശയം പിടികിട്ടുന്നുണ്ടോ? ആറമേൽ ആത്മാവ് വരുന്നേ പ്രസാദിക്ക. അപ്പൻ അപ്രൂവൽ കൊടുത്തപ്പോ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. അതിനകത്തൊരു ദൂത് നമുക്ക് കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരുടെ മേലും ദൈവാത്മാവ് ഇറങ്ങി വരത്തില്ല. എനിക്കറിയാം, ആത്മമണ്ഡലത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. അത് ഞാനായാലും നിങ്ങളായാലും ആത്മമണ്ഡലത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. അവരോടൊരു ദൂത് പറയാം. വചനം വിളിച്ചു പറയുന്നത്, ആരെയാ സ്വർഗം പ്രസാദിക്കുന്നത്? അവന്റെ മേലെ ആത്മാവ് ഇറങ്ങുന്നത്. ഒന്ന് പറക്കത്താവേ, ദൈവിക പ്രസാദം, ആ ഫേവർ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ. മനസ്സിലായോ? ഞാൻ ആ വിഷയത്തിൽ കയറിയ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോ. അപ്പൊ പ്രസാദിച്ചാൽ എന്തോ കിട്ടുന്നത്? അത് യേശുവിലായാലും ആരായാലും പ്രസാദിച്ചാൽ ആത്മാവിനെ കിട്ടും. പോട്ടെ, ഞാൻ ആ ടോപ്പിക്ക് തോന്നുന്നില്ല. ആത്മാവിനെ ആഗ്രഹിക്കുന്നവരോടായ ഒരു ദൈവശബ്ദമാണ്. ദൈവാത്മാവിന്റെ സ്നാനമാകട്ടെ, ദൈവാത്മ സാന്നിധ്യമാകട്ടെ, സ്നാനമാകട്ടെ, നിറവാട്ടെ, അച്ചാരമാകട്ടെ, മുദ്രയാട്ടെ, എന്താട്ടെ, അല്ല 8 മേഖലയിൽ ഏതാട്ടെ, 8 കാര്യമുണ്ട്. 8 കാര്യത്തിൽ ഏതായാലും അതിന്മേൽ എന്തോ വേണം? ദൈവത്തിന്റെ പ്രസാദം വേണം. എന്തോ വേണം? പ്രസാദം. അവിടെ കിടക്കുന്ന വാക്ക് പ്രസാദിച്ചാൽ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കും. അതാണ് പ്രസാദിച്ചെന്ന് പറഞ്ഞപ്പോ ആരിറങ്ങി വന്നു? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതൊരു വലിയ അപകടം കേട്ടോ നമ്മുടെ. അത് തന്നെ സാറേ. നമുക്ക് പണ്ടേ പോട്ടെ, ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, എങ്കിലും സമയമില്ല. എങ്കിലും ഒരു പണ്ടൊക്കെ ഈ കാത്തിരിപ്പുണ്ടായി ടാരി മീറ്റിംഗ്. ടാരി മീറ്റിംഗ് നമ്മുടെയൊക്കെ വേർപെട്ട ദൈവജനത്തിന്റെ ഒരു പ്രത്യേക ടാരി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും തുടങ്ങുന്ന സമയം പറയത്തുള്ളൂ, നിർത്തുന്ന സമയം പറയത്തില്ല. ഇപ്പോഴാണ് ടാരി മീറ്റിംഗ്, അത് ഏത് മീറ്റിംഗ് ആണെങ്കിലും പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർത്തുന്ന കാര്യം ഇന്നത്തെ പൊതുവായ ഗ്ലോബൽ ഇഷ്യൂ ആണ്. പണ്ട് നമ്മുടെ അപ്പന്മാരുടെ കാലത്ത് ടാരി മീറ്റിംഗ്, അത് കാത്തിരിപ്പ് യോഗം ഉറക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അത് ആത്മസ്നാനവും കൃപാവരവും പ്രാപിക്കാൻ വേണ്ടിയാണ്. അത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് 10 മണിക്കാന്ന് പറയും. പ്രാർത്ഥിച്ച് നിർത്തുന്ന സമയത്ത് അത് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഞാൻ അതൊക്കെ പണ്ടുള്ളവർക്കറിയാം, പ്രായമുള്ളവർക്കൊക്കെ അറിയാം. അന്ന് ഈ ആൾക്കാർ ആത്മസ്നാനം പ്രാപിക്കാൻ വരുമ്പോൾ ആദ്യം ദൈവദാസന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് ഏറ്റുപറ, ഒന്ന് ക്രമീകരണം പ്രാപിക്കുക. നിങ്ങൾ ആത്മാവ് ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുറവുകൾ ഒക്കെ എന്ത് ചെയ്യും? ദൈവാത്മാവ് വെളിപ്പെടുത്തും. അതൊക്കെ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോ സ്വർഗം എപ്പോ പ്രസാദിക്കുന്നോ അപ്പോഴാരിറങ്ങി വരും. അതിന്റെ അടുത്ത ചോദ്യം, ഈ വന്നവരുടെ മേലെല്ലാം ദൈവം പ്രസാദിച്ചോ എന്ന് ചോദിച്ചാൽ അതും ചോദിച്ചിട്ട് എൻ്റെ വരികയല്ലേ. ഞാൻ തത്വം വചനം പറഞ്ഞേ ഉള്ളൂ. ഒന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. അല്ലെ, റിയൽ പരിശുദ്ധാത്മാവായി ഇറങ്ങി വന്നതെങ്കിൽ അതിന്റെ മേലൊരു ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു വാക്ക് പറയാം. ഇതിനകത്ത് ആരൊക്കെയോ, എൻ്റെ ടോപ്പിക്ക് അതല്ലെങ്കിലും ആരൊക്കെയോ ആത്മസ്നാനത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കൊതിക്കുന്ന ആരൊക്കെയുണ്ട്? അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പറ, ആത്മസ്നാനമല്ല ചോദിക്കേണ്ടത്, അതിനപ്പുറം ദൈവമേ എന്നിലൊന്ന് പ്രസാദിക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ, എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ, അസാധാരണമായ ദൈവ സാന്നിധ്യം തന്ന്, ദൈവാത്മാവിന്റെ അഭിഷേകം തന്ന് എന്റെ ദൈവം നടത്താൻ വിശ്വസ്തന്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, നമ്മുടെ വിഷയമല്ല. അപ്പോ നമ്മുടെ പോയിന്റിലേക്ക് വരുന്നു. ഒന്ന്, പ്രസാദിച്ചാൽ ആത്മാവിനെ കൊടുക്കും. 2, പ്രസ്താവിക്കുന്ന 49 നമ്മുടെ കുറിവാക്യം ഇന്നുകൊണ്ട് ഈ ടോപ്പിക്ക് നിർത്തണം. പ്രസ്താവിച്ചാൽ എന്താ കിട്ടും? എന്റെ നാവിനെ മൂർച്ചയുള്ള നമ്മുടെ വിഷയം അതായതുകൊണ്ട് കർത്താവിന്റെ ഒന്ന് വായിക്കാമോ? 49 1 സ്പീഡ് വായിച്ച് കുറെ വായിക്കാം. എന്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കാൻ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. എന്റെ പേര്
പ്രസ്താവിച്ചിരിക്കുന്നു. അടുത്തത്, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി തന്റെ കൈയുടെ നിഴൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട് ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ മഹത്വപ്പെടും എന്ന് അരുളി ചെയ്തു. മതി. അവിടെ നോക്കിയാ, നീ എന്റെ ദാസൻ. മേളി പറഞ്ഞ അവൻ എന്നെ കുറിച്ച് പ്രസ്താവിച്ചു, അതുകൊണ്ട് എന്റെ നാവിനെ മൂർച്ചയുള്ള വാളാക്കി മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്റെ ദാസൻ. രണ്ടാമത്തെ ദാസപ്പാട്ട് നിങ്ങൾ എന്നോട് ഉണ്ടോ? അപ്പോ രണ്ടാമത്തത് പ്രസ്താവിക്കപ്പെട്ട ദാസന്. ആ ദാസന്റെ പ്രത്യേകത അവന്റെ നാവിനെ എന്താക്കി? നമുക്ക് അവിടെയാ നിൽക്കണ്ടേ. മൂർച്ചയുള്ള, ഞാൻ അതിലേക്ക് മടങ്ങി വരാം. അവിടെയാണ് നമ്മുടെ പ്രസംഗം കിടക്കുന്നത്. മൂന്നാമത്തത് 50-ാം അധ്യായത്തിൽ, ഇനി വായിക്കണ്ട, നമ്മുടെ ഇനിയും എൻ്റെ മുമ്പിൽ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെസ്സേജ് കയറേണ്ടത്. 50-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കിടക്കുന്നു പരിത്യജിക്കപ്പെട്ടവൻ. പരിത്യജനം സംഭവിച്ചപ്പോ പുറമെന്ത് ചെയ്തു? ഉഴവുചാൽ പോലെ കീറി. അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാ അപ്പൻ പുത്രനെ കൈവിട്ടെന്ന് ചോദിച്ചാൽ, ഈ ദാസനെ കൈവിട്ടത് ഗസ്സമനെ വെച്ചല്ലേ. ഗസ്സമനെ വെച്ച് കൈവിട്ടപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ്. ശ്രദ്ധിക്കണം, നമ്മൾ വായിക്കുന്ന വാക്കല്ലേ. അല്ലെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കുന്ന നിലവിളിയുണ്ട്. ഈ പാനപാത്രം, അവിടെ നിന്നൊരു വാക്ക് പറയാം. വചനം അറിയാവുന്നവരാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചിലര് പറയുന്നത് അത് പാപത്തിന്റെ പാനപാത്രമാണെന്ന്. അല്ല കേട്ടോ. ചിലർ പറയുന്നത് അത് ക്രൂശീകരണം എന്ന പാനപാത്രമാണെന്ന്. അല്ല കേട്ടോ. ഈ പാനപാത്രം എന്ന് പറഞ്ഞത് അത് പാപത്തിന്റെ പാനപാത്രമല്ല, അത് ക്രൂശീകരണത്തിന്റെ പാനപാത്രമല്ല, അത് പരിത്യജനത്തിന്റെ പാനപാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? പാപമാണെന്നുണ്ടെങ്കിൽ കർത്താവ് മാനവകുലത്തിന്റെ പാപം കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. കർത്താവ് അത് പാനം ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്യാതെ കാൽവറി മരിക്കാൻ പറ്റില്ല. അപ്പൊ പാപത്തിന്റെ പാനപാത്രമല്ലത്. 2, ക്രൂശീകരണം ആണെങ്കിൽ ചിലർ പറയുന്നത് ഈ പാനപാത്രം എന്ന് പറയുന്നത് ക്രൂശ് മാറ്റാനാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ യേശുവിനെ പോലെ ഭീരുവായ ഒരു മനുഷ്യൻ ഇല്ലെന്ന് വരും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കർത്താവ് പറഞ്ഞ വാക്കെന്നാ? മനുഷ്യപുത്ര ശുശ്രൂഷ പ്രാപിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവലി റാൻസമാക്കാനും വന്നതാന്ന് പറഞ്ഞ കർത്താവ് ക്രൂശിന്റെ മുമ്പിൽ വെച്ച് ക്രൂശ് മാറാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു പരാജിതനാ. ക്രൂശ് അല്ല കേട്ടോ, പാപമല്ല. അതെന്നാന്ന് വെച്ചാൽ സ്വർഗം കൈവിടുന്ന വിഷയമാ. പിതാവ് തന്റെ പുത്രനെ കൈവിടുന്ന വിഷയത്തിൽ പറയും, കർത്താവ് വേണേ ഞാൻ പാപത്തിന്റെ പാനപാത്രം കുടിക്കാം, ക്രൂശ് ഞാൻ എടുക്കാം, പക്ഷേ അല്ല നീ എന്നെ കൈവിടരുത്. അപ്പ നീ എന്നെ അല്ല നിന്റെ ആ ബന്ധം നഷ്ടപ്പെടുത്തരുത്. അതാണ് പറഞ്ഞത്. പരിത്യജിക്കപ്പെട്ടപ്പോ അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറാനിടയായി. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഒരു വാക്ക് പറഞ്ഞോട്ടെ, നമ്മളേതെങ്കിലുമൊക്കെ കഷ്ടത്തിനകത്തൂടാ പോകുന്നെങ്കിൽ തമ്പുരാൻ അറിയാതെ ഇന്ന് വരെ ഒന്നും വന്നിട്ടില്ല. ആദ്യം കർത്താവിനെ ഉഴവുചാൽ പോലെ കീറിയത് അത് റോമാക്കാരൊന്നുമല്ല. ആദ്യം കൈവിട്ടതാരാ? പറ അല്ലേ? നമുക്കറിയാം 7 തിരുമൊഴി. എന്റെ ടോപ്പിക്ക് മാറിപ്പോന്നു എങ്കിലും ഒരു വാക്ക്. 7 തിരുമൊഴിയിലെ ഒരു തിരുമൊഴി ചോദിക്കുന്ന എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. എന്റെ വാക്കന്നെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പൊ അതിന്റെ അർത്ഥം അപ്പൻ എന്ത് ചെയ്തു? പറ, കൈവിട്ടു. അപ്പം ബന്ധം കട്ട് ചെയ്തു. ആ കട്ട് ചെയ്യപ്പെട്ടതാണ് 50 കിടക്കുന്നത്. അപ്പൻ പരിത്യജിച്ചു. ഉടനെ അവന്റെ പുറം ഉഴവുചാൽ പോലെ എന്ത് ചെയ്തു? കീറി. യെശയ്യാവ് 53 വരുമ്പോഴത്തേക്ക് പരമോന്നതനായ ദാസനായി. ആരായി? ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് തേജസ്സിന്റെ ഗ്ലോറിഫൈഡ് ബോഡിയിലേക്ക് കയറി കഴിഞ്ഞപ്പോ അവന് സമ്പന്നന്മാരോടുകൂടെ എന്ത് കിട്ടി? നമ്മുടെ പ്രസംഗം നിർത്താൻ പോകല്ല. അതിനകത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ പോയിന്റ് പറഞ്ഞാൽ നിർത്തുക. 2-ാമത്തെ പാട്ടിനകത്ത് കിടക്കുന്നത് പ്രസ്താവിക്കപ്പെട്ട ദാസൻ. എന്നാ പറഞ്ഞേ? പ്രസ്താവിക്കപ്പെട്ട ദാസൻ. അപ്പോൾ എന്റെ നാവ് എന്താക്കി? മൂർച്ചയുള്ളതാ. അത് അറിയണമെങ്കിൽ എന്നാ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഇനിയാണ് മർമ്മം. അത് പറഞ്ഞാൽ നിർത്താൻ പോവുക. ഈ യേശു കഫർന്നഹൂമിലും മറ്റും പ്രസംഗിച്ചപ്പോ കർത്താവ് എഴുന്നേറ്റ് നിന്നപ്പോ തന്നെ ഭൂതമിളകി. അല്ലേ? ഉടനെ പരീക്ഷകൾ ചോദിച്ചൊരു വാക്കുണ്ട്. പരീക്ഷന്മാര് അവിടെ നിന്ന നേരം പറഞ്ഞു, ഇത്രയും കാലവും ഞങ്ങൾ എന്തോ കേൾക്കുക, പ്രസംഗം കേൾക്കുക അല്ലേ. പക്ഷെ ഇവന്റെ വാക്ക് എങ്ങനെയുള്ള വാക്കാ? കേട്ടില്ല. എന്നെ വാക്കാ? അധികാരത്തോടെയുള്ള വാക്കാണ്. പരീക്ഷന്മാര് സാധുക്യരുമൊക്കെ പ്രസംഗിക്കുന്നവരാ, ശാസ്ത്രന്മാരെന്നും പ്രസംഗിക്കുന്നവരാ. പക്ഷെ അവരുടെ വാക്കിനൊക്കെ എന്തോ ഇല്ല. പറ. പ്രസംഗമുണ്ട്, പക്ഷെ എന്തോ ഇല്ല, അധികാരമില്ല. തമ്പുരാൻ അപ്പോയിന്റ് ചെയ്തവന്റെ നാവിനെ അധികാരം കാണത്തുള്ളൂ. അതിന് ഏതു വേദിയിലാണെങ്കിലും.
അവിടെ ഒരു ദൂതുണ്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ ആത്മീയ ഇതിഹാസം എന്നറിയപ്പെടുന്ന ദൈവദാസനായിരുന്നു ആശാരിപദേശി അല്ലേ? ഈ കാലഘട്ടത്തിന്റെ ആത്മീയ ഇതിഹാസമായിരുന്നു. നിത്യതയുടെ വാതകാലങ്ങളിലേക്ക് കടന്നുപോയ കർത്തൃഭൃത്യൻ. അദ്ദേഹത്തെ പോലൊരു പാവം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം, അങ്ങനെ ഇരിക്കട്ടെ, അദ്ദേഹത്തെ പോലൊരു പാവം ഈ കാലഘട്ടത്തിൽ ഒരു സുവിശേഷം ഇല്ലെന്ന് അത്ര ശുദ്ധഭാവം പലരും പറഞ്ഞത്. ഒറ്റയ്ക്ക് അദ്ദേഹം ഇരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ശുദ്ധ, പക്ഷെ വേദി കയറുമ്പോ സിംഹഗർജനമാണ്. അതിന്റെ കാരണം അറിയാമോ? ഈ കാലഘട്ടത്തിന്റെ ആത്മീയ ഇതിഹാസമായി ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യനാ ആശാരിപദേശി. ഒന്ന് സ്വോത്രം പറയാൻ പറ്റുന്നതിന് കാരണം വേദി കയറുമ്പോ നിൽക്കുന്നത് ആരായാലും തെളിയിക്കാനുള്ള സമയമില്ല. ലൈവ് കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. വേദി കയറിയ മുഖം നോക്കാതെ ആത്മാവിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ആ കാലഘട്ടത്തിൽ ദൈവമാക്കി വെച്ചത്. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടത് കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരെയാ വേണ്ടത്, കാലഘട്ടത്തിന്റെ ദൈവശബ്ദത്തെയാ വേണ്ടത്, കാലഘട്ടത്തിന്റെ അധികാരത്തെയാ വേണ്ടത്. അത് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ട ഒരു തലമുറ എഴുന്നേൽക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കേവലം കുറെ അതരത്തിന്റെ പദം മാത്രമല്ല, കുറെ സാഹിത്യം മാത്രമല്ല, വേദി നിന്നുകൊണ്ട് ആത്മാവിൽ കാലഘട്ടത്തെ നോക്കി പ്രവചിക്കാൻ കരുത്തുള്ള, കാലഘട്ടത്തെ നോക്കി ആത്മാവിൽ ശാസിക്കാൻ കരുത്തുള്ള ഒരു തലമുറ എഴുന്നേൽക്കാനിടയായാൽ അവിടെയാ ദൈവശബ്ദവും ദൈവപ്രവൃത്തിയും വെളിപ്പെട്ടു വരുന്നത്. ഫോട്ടോ ഞാൻ പറഞ്ഞ അവിടെ പറഞ്ഞ വാക്കുണ്ടല്ലേ, കർത്താവിനോട് ചോദിച്ചതാ. അല്ലെങ്കിൽ ഇവന്റെ വാക്ക് ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ പ്രസംഗിച്ചു. ഇവൻ തച്ചന്റെ മോൻ, ആരുടെ മോനാ? അവരൊക്കെ പറഞ്ഞ തച്ചന്റെ മോനല്ലേ. തച്ചന്റെ മോൻ വേദിയിലോട്ട് കയറിയപ്പോ കവർന്ന കോമിലെ നാസ്രയത്തിലും ഒക്കെ കർത്താവ് പ്രസംഗിച്ചത് പരീക്ഷന്മാര് പ്രസംഗിച്ചതുപോലൊന്നും അല്ല. കുറെ തത്വങ്ങളും ഫിലോസഫിയും കുറെ തിയോളജിയും അല്ല പറഞ്ഞത്. അവന്റെ വാക്കുകൾ അധികാരത്തോടെയാ. അതിന്റെ തെളിവെന്താണെന്നറിയാമോ? കേട്ട ജനത്തിന് ഇറിറ്റേഷൻ വന്നെന്ന് മാത്രമല്ല, ഇരുന്ന ഭൂതം ഇളകാൻ തുടങ്ങി. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? കാരണം അതിന്റെ പ്രത്യേകത പറഞ്ഞവന്റെ കുഴപ്പമല്ല, അതര മൂർച്ചയുള്ള വാളായിരുന്നു. അവന്റെ വായിൽ കൂടെ വചനം പറയുമ്പോ അത് മൂർച്ചയുള്ള വാളായി അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിക്കയറുന്ന, ആത്മമണ്ഡലത്തെ വെട്ടിക്കയറുന്ന, ജനത്തെ വിവേചിക്കുന്ന, ജനത്തിന്റെ ഇടയിൽ വിടുതലുകൾ സംഭവിക്കുന്ന ചില മേഖല. ഞാനൊരു വാക്ക് പറയാം, 26 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ഞങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് വേദിയിൽ അലക്കാന്ന് എനിക്ക് തന്നെ അറിയാം. വല്ല മനസ്സിലായി എന്നാ? ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ ഈ അലക്കാതെ പ്രസംഗിക്കാൻ ഒരു കൃപ തരണേ. പക്ഷെ വേദി കയറുമ്പോ ഇങ്ങനെ വന്നു പോവും. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല. അതിന് ഞങ്ങളെ പറയുന്നത് കേട്ടോ പരിജ്ഞാനമില്ല, ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും. എന്നാ ഇല്ലത്? ഇല്ലെന്നേ. തമ്പുരാ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾ ഓർത്താൽ ഇത് നിങ്ങളുടെ നടുവിൽ ഇന്ന് രാവിലെ നിർത്തിയില്ലേ? പ്രൈസലോ. സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ യാക്കോബക്കാരനായിരുന്നു കേട്ടോ. സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. എന്നാ സൺഡേ സ്കൂൾ ഉഴപ്പനായിരുന്നില്ല, ഞങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു. റാന്നി മലകളാ. എൻ്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ നടക്കണം എൻ്റെ അന്നത്തെ പള്ളിയിൽ പോകണം. എത്ര കിലോമീറ്ററാ? 5 കിലോമീറ്റർ. അങ്ങോട്ട് 5 ഇങ്ങോട്ട് 5. ബസ്സൊന്നും ഇല്ലാത്തൊരു ദേശം റാന്നി, നല്ല മലയോരം. അതുകൊണ്ട് നടക്കാൻ അപ്പനും അമ്മയ്ക്ക് ഇത്രയും നടന്നൊക്കെ പോയി. സ്കൂളിൽ നടന്നാ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് നടന്നാ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാ സൺഡേ സ്കൂൾ. അതിനും കൂടെ നടക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെ ഈ വിശ്വാസത്തിൽ വന്ന് 5 വർഷം ദൈവവചനം പഠിക്കാൻ പോയതും പിന്നെ തമ്പുരാൻ പഠിപ്പിച്ചതുവേ ഉള്ളൂ. ഇത്രയും വൻകരെ കൊണ്ട് നിർത്തിയത് തമ്പുരാൻ പഠിപ്പിച്ചതായതാൽ അവന്റെ നന്മ ഓർക്കുമ്പോ, അവന്റെ കരുതൽ ഓർക്കുമ്പോ എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? വേദി ഏതാണെങ്കിലും അവിടെ ആത്മാവി സർവശക്തനെ വിളിച്ചു പറയത്തക്ക വേണം. ഞാനൊന്ന് ആത്മാവി വിളിച്ചു പറയാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് പ്രസംഗകരെ അല്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ആത്മാവ് അധരങ്ങൾക്ക് മൂർച്ച വരുത്തിയ ഒരു തലമുറ ആത്മാവിൽ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ ഒരു ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഉടമന സദലരഗതര പോരാ പോരാ പോരാ, അതിന്റെ ഒരു അഭിഷേകം സംഭവിക്കട്ടെ. ആരൊക്കെ ഇതിനകത്ത് കൊതിക്കുന്നല്ലോ ഒരാത്മമണ്ഡലം വെളിപ്പെടാൻ ദൈവകരത്തിന്റെ വല്ലഭത്ത്. ഫോട്ടോ ഞാൻ മടങ്ങി വരിക. അപ്പോ നമ്മുടെ പോയിന്റ്, ഇനി ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് നിങ്ങൾ വിളിച്ചില്ല വരത്തില്ല, വിളിച്ചാൽ ഇനി ഈ സബ്ജക്റ്റ് വരികയല്ല. അതുകൊണ്ട് പറഞ്ഞു നിർത്തുക. അവിടെ പറഞ്ഞ വാക്ക് രണ്ടാമത്തതാണ് പ്രസ്താവിക്കപ്പെട്ട. അത് എത്രാമത്തെ അധ്യായ? നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ആരാധനയൊക്കെ ഒരു ഭാഗത്ത് ഞങ്ങളൊക്കെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോലെ. രണ്ടാമത്താണ് പ്രസ്താവിക്കപ്പെട്ട ദാസൻ. അത് യെശയ്യാവ് പ്രവചിച്ചത് 49. എവിടെയാ നമ്മൾ വായിച്ച വാക്യം ഏതാണ്? ഇങ്ങനെ ശ്രദ്ധിച്ചല്ലേ? 49:8 വായിച്ചേ. പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് അവൻ അരുളിച്ചിട്ടുണ്ടല്ലോ. ആരോട് അരുളി ചെയ്തു? പെട്ടെന്ന് പറ. ദാസനോട്. ആരോടാ പറഞ്ഞേ? ഏത് ദാസനോട്?
പ്രസ്താവിക്കപ്പെട്ട ദാസനോട്, നാവ് മൂർച്ചയുള്ള ദാസനോട് പറഞ്ഞു, ഞാൻ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക്. ഈ ദാസനാരാ? ഈ ദാസനാരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ ദാസൻ? ഈ യേശുവല്ലേ? അല്ലെ പ്രസാദിക്കപ്പെട്ട ദാസനും പ്രസ്താവിക്കപ്പെട്ട ദാസനും പരിത്യജിക്കപ്പെട്ട ദാസനും പരമോന്നതനായ ദാസനും അത് കർത്താവല്ലേ? അതിനകത്ത് രണ്ടാമത്താണ് പ്രസ്താവിക്കപ്പെട്ട ദാസൻ. ആ പ്രസ്താവിക്കപ്പെട്ട ദാസനോട് പറയുകയാണ്, ഹല്ലേലൂയ, സുപ്രസാദ കാലത്ത് എന്ത് പറഞ്ഞാൽ നീ പ്രസംഗം തുടങ്ങുമ്പോ ഞാൻ നിനക്ക് ഉത്തരമല്ലി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എന്തിനാണെന്നറിയാമോ? ദേശത്തെ ഉയർത്താൻ. അതാ ഉത്തരം. എന്നാന്നറിയാമോ? നീ പ്രസംഗിക്കുന്നിടത്ത് ദേശം അപ്ഗ്രേഡ് ചെയ്യപ്പെടും. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റുമോ വാക്കിന്? അല്ല, നീ പ്രസംഗിക്കുന്നിടത്ത് ദേശം അപ്ഗ്രേഡ് ചെയ്യപ്പെടും. നീ പ്രസംഗിക്കുന്നിടത്ത് അല്ല ശൂന്യമായത് അതിന്റെ ശൂന്യത മാറി അവകാശമായി വെളിപ്പെടും. നീ പ്രസംഗിക്കുന്നിടത്ത് അന്ധകാരത്തിൽ കിടക്കുന്നവൻ പ്രകാശത്തിലേക്ക് കയറി വരും. നീ പ്രസംഗിക്കുന്നിടത്ത് ജനസ്വസ്ഥത അനുഭവിക്കും. ഒന്ന് കരമടിച്ചൊന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാ, ഈ കാലഘട്ടത്തോടുള്ള ദൈവത്തിന്റെ ശബ്ദമോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ നമ്മൾ ഇനി ഒരു വാക്കൂടെ പറഞ്ഞ കോമ ഇടാൻ പോകും. എനിക്കൊരു ഭാഗം കാണിക്കാൻ. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവിക്കപ്പെട്ട ദാസൻ അവന്റെ നാവിനെ മൂർച്ചയുള്ളതാക്കിയിട്ട് അവനോട് കൊടുക്കുന്ന വാഗ്ദത്തമാണ്. അവനെന്ന് പറഞ്ഞാൽ ശരിയല്ല, നമ്മുടെ കർത്താവിനോട് പറയുക, ഞാൻ നിന്നെ നിയമമാക്കി. എന്താക്കി അവിടെ വായിച്ചു? ഞാൻ നിന്നെ കവനന്റ് ആക്കി. എന്താക്കി? വാൾ പോലെ ആക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി 8:9 വായിച്ചു. 8:9 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രസ്താവിക്കപ്പെട്ട ദാസൻ അല്ലെ നമ്മുടെ യേശുവിന്. ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാദിവസം എടുക്കാൻ പോയത് നമ്മൾ കരഞ്ഞു പോകുന്ന വിഷയമാണ്. രക്ഷാദിവസം എന്ന് പറയുന്നത് കാൽവറിയുടെ കുലക്കളമാകട്ടോ. ഏതാണ്? രക്ഷാദിവസത്തിൽ ആര് സഹായിക്കാനില്ലാതെ പറഞ്ഞപ്പോ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ബലപ്പെടുത്തി, ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തല്ലോ. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം. അടുത്ത വായിച്ചു, അടുത്ത കൂടെ വായിച്ചു. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവനെന്ന് അധികാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവനെന്ന് പറയുവാനും വെളിയിൽ വരുവനെന്ന് പറഞ്ഞു ചെയ്യുവാനും ഞാൻ നിന്നെ കാത്തു. അടുത്തത്, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. കവനന്റ് ആക്കി ഞാൻ. ന്യൂ ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ ന്യൂ കവനന്റ് ആക്കി ഞാൻ. ഓ, നിങ്ങൾക്ക് അത് സ്തോത്രം പറയാൻ പറ്റും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഇപ്പോഴാ സുപ്രസാദ കാലമെന്ന്, ഇപ്പോഴാ രക്ഷാ ദിവസമെന്ന്. കാരണം പ്രസ്താവിക്കപ്പെട്ട ദാസനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞു. അവൻ അരുളി ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോ അല്ല ദേശം ഉയർത്തപ്പെടാനിടയാകും. എത്ര പേർക്ക് ആശയം മനസ്സിലാകുന്നുണ്ട്? ഏതെങ്കിലുമൊക്കെ ദേശങ്ങൾ ഒന്നുകൂടെ ആത്മാവിലെ ദൂത ഉപവാസത്തിന്റെ ഈ കടശി പകൽക്കാലം എടുക്കാൻ പറ്റുമോ? എവിടെങ്കിലും താന്നുപോയെന്ന് ചിന്തിക്കുന്നെങ്കിൽ അവിടെ ഉയർത്താൻ കരുത്തുള്ള ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ. അത് പ്രസ്താവിക്കപ്പെട്ട ദാസന്റെ ശബ്ദമാ. നിന്റെ ആത്മമണ്ഡലം താന്നുപോയെങ്കിൽ, അഭിഷേകത്തിന്റെ മണ്ഡലം താന്നുപോയെങ്കിൽ, ആത്മതലങ്ങൾ കുറഞ്ഞു പോയെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കരുത്തുള്ള ഒരുവനുണ്ട്. അവന്റെ പേര് യേശുവെന്ന. അവന്റെ ശബ്ദം മുഴങ്ങാനിടയാകട്ടെ. അടുത്ത വാക്ക് അവിടെ പറയുന്നത്, ശൂന്യമായത് ജനത്തിന് അവകാശമായി കൊടുക്കാൻ, ഇരുട്ടിലിരിക്കുന്നവരോട് വെളിയിൽ വരാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വാക്ക് മാത്രം പറഞ്ഞു നിർത്താം. ഈ 4 പോയിന്റ് പ്രസംഗിക്കേണ്ട, എടുക്കുന്നില്ല. ഒരു വാക്ക് മാത്രം. ഇരുട്ടിലിരിക്കുന്നവരോട്, അന്ധകാരത്തിരിക്കുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പശ്ചാത്തലം ബൈബിളിൽ തന്നെ ഉണ്ട്. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ശാബത്ത് ദിവസം സിനഗോഗിൽ ചെന്നു. അവിടെ ചെന്നപ്പോ 18 വർഷമായി കൂനിയായിപ്പോയൊരു സഹോദരി അല്ലേ, 18 വർഷവും അവള് ചർച്ച വരുന്നുണ്ട്. എന്താ? സിനഗോഗിലുണ്ട്. എവിടെ ഉണ്ട്? ഓ, നിങ്ങൾ എന്നോട് വാ സാർ. 18 വർഷവും കൂനാണെങ്കിൽ ഇവിടെ വരുന്നുണ്ട്. ഉണ്ട്. അന്ന് വിടുതൽ നടക്കുമെന്ന് ആ സഹോദരി സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. ഉണ്ടോ? എല്ലാ ആഴ്ചയും വരുന്നത് പോലെ അന്നും എന്ത് ചെയ്തു? യേശു ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടല്ല വന്നത്. യേശു ഒരു സാധാ യഹൂദനായിട്ട് തന്നെ അവിടെ ചെന്ന്. പക്ഷെ അവൾ അവിടെ ഉണ്ട്. അവൾ പറഞ്ഞില്ല എനിക്ക് സൗഖ്യം. അവൾ യേശു പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് കൂനിയായ സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവിന്റെ ആത്മമണ്ഡലത്തിൽ കർത്താവ് തിരിച്ചറിഞ്ഞു. പിശാച് ബന്ധിച്ചതാ. എന്ത് ചെയ്താ? ഉറക്കപ്പറ. പിശാച് ബന്ധിച്ചതാ. കർത്താവ് ആ സഹോദരി എഴുന്നേൽപ്പിച്ച് നിർത്തി. 18 വർഷമായി കൂനുള്ള സഹോദരി എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇരിക്കുന്ന ജനത്തിന് മധ്യ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ 18 സംവത്സരമായി പിശാച് ബന്ധിച്ച അബ്രഹാമിന്റെ മകളാകുന്ന ഇവളെ ഈ ശബത്ത് ദിവസം ഞാൻ അഴിച്ചുവിട്ടേ പറ്റൂ. വാക്ക് നോക്കി, അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് എന്ത് ചെയ്യണം?
പറ. ബന്ധനത്തിലിരിക്കുന്നവർ എന്ത് ചെയ്യണം? വെളി വരാൻ പറയാൻ. ഉറക്കെ പറഞ്ഞ വാക്കന അല്ലെങ്കിൽ മാറ്റി നിന്റെ ബന്ധനം 18 അല്ല 28 ചിലരെ നോക്കി ദൈവാത്മാവ് ഇടപെടുക. ദൂത് ഏറ്റെടുക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടുക. നിന്നെ കുരുക്കി വെച്ച മേഖല ഏതായാലും ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട് കേട്ടോ. അത് ഷിജുപാസ് അല്ല, അത് ഇവിടുത്തെ ദൈവദാസന്മാരല്ല. അവൻ പ്രസ്താവിക്കപ്പെട്ട ദാസനാണ്. അവന്റെ പേര് യേശു എന്നാണ്. അവനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളി വരാൻ പറയാൻ ഒരു കരുത്തുള്ള ശബ്ദം ഇന്ന് രാവിലെ ഇതിനകത്ത് മുഴങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമടിച്ച ശക്തിയോടെ ആത്മാവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി അകത്ത് വെളിപ്പെടാൻ പോരാ 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 അല്ല ചില അല്ലെങ്കിൽ നിഗൂഢതകളെ പൊളിക്കുന്ന ദൈവാത്മാവിന്റെ ശബ്ദം തന്റെ ജനത്തിൽ ഒന്ന് വെളിപ്പെട്ടു വരാൻ. ഞാനൊരു വാക്കൂടെ പറയാം. ഒരു വാക്കൂടെ പറഞ്ഞ കോമൻ സമയം കഴിഞ്ഞു. ഒരു വാക്കൂടെ പറയാം. നമ്മുടെ അകത്ത്, നമ്മുടെ ആലയങ്ങൾക്കകത്ത്, നമ്മുടെ കൂടിവരവുകൾക്കകത്ത് ദൈവാത്മാവിന്റെ ശബ്ദം മുഴങ്ങാനിടയായ ആശയം മനസ്സിലായോ? തെളിവുകൾ ഒത്തിരിയും പറയാൻ എനിക്ക് സമയം കഴിഞ്ഞെങ്കിലും എനിക്കറിയാം ഒരു ദൈവദാസനെ. അദ്ദേഹം ആന്ധ്രയില്. എനിക്ക് നേരത്തെ അദ്ദേഹത്തെ ഒരു ഭാഷ പ്രവീണ നമ്പർ 6000 വിശ്വാസമുള്ള ചർച്ചിന്റെ ഭാഷ തെലുങ്കാണ്. ബേസിക്കലി അദ്ദേഹം തെലുങ്കന, റീജിയനിലെ തെലുങ്കന. അദ്ദേഹം 26 വർഷമായിട്ട് വിശ്വാസം. ഞാൻ അദ്ദേഹത്തെ ചർച്ചിൽ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു 2 ഏക്കർ മൊത്തം ചർച്ചാണ്. 2 ഏക്കർ മൊത്തം ചർച്ച് ബിൽഡിങ്ങാണ്. അദ്ദേഹം നിങ്ങൾക്ക് പിന്നെ നോക്കാം. കാൽവറി മിനിസ്ട്രീസ് എന്നാ അതിന്റെ പേര്. ബെല്ലമ്പള്ളി കാൽവറി മിനിസ്ട്രീസ്. അദ്ദേഹം സ്റ്റേജ് സൺഡേ കയറിയ, നിങ്ങൾ ശ്രദ്ധിക്കണേ, സൺഡേ കയറിയ. എന്തിനാ അത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ചിട്ടുള്ള ദിവസം സൺഡേ കയറി ഒരു പ്രൈസറോട് പറഞ്ഞാൽ വന്നിരിക്കുന്ന ഭൂതമല്ല ഇളകും. എന്നായും ഒറ്റ പ്രൈസറോട് പറഞ്ഞാൽ മതി, ഭൂതമല്ല ഇളകും. തെലുങ്കാന ഞാൻ സാക്ഷിയ. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഹൈദരാബാദിൽ നിന്ന് ബെല്ലമ്പള്ളിക്ക് പോകുന്ന ട്രെയിന് 2 ബോഗി ഗവൺമെന്റ്, തെലുങ്കാന ഗവൺമെന്റ് റിസർവ് ചെയ്തേക്ക ഈ ചർച്ചിന് വേണ്ടി. ആരും പറഞ്ഞാലും ഞാൻ കണ്ട ഈ ട്രെയിൻ അവിടെ വന്ന് നിന്നാൽ, രാവിലെ ട്രെയിൻ ബെല്ലമ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വന്ന് നിന്നാൽ 10 തെലുങ്കാന സ്റ്റേറ്റ് ബസ്സാണ് ആ ചർച്ചിലേക്ക് ഫ്രീ ആയിട്ട് ഓടുന്നത്. ആൾക്കാരെ കൊണ്ട് രാവിലെ കൊണ്ടുവന്ന് ചർച്ച് വിടും. ഉച്ച കഴിയുമ്പോൾ മീറ്റ് കഴിയുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ വിടും. ഇതെല്ലാം ഫ്രീ ആയിട്ട് തെലുങ്കാന ഗവൺമെന്റ് ചെയ്യുന്നതാ ഈ ചർച്ചിന് വേണ്ടി. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലയങ്ങൾ നമ്മുടെ ഉണ്ട്. ഞാൻ പറയാൻ വന്ന ആത്മമണ്ഡലം തുറക്കപ്പെട്ടാൽ, അതിന് ആന്ധ്രയിലാണെങ്കിലും, അതിന് തെലുങ്കാനയിലാണെങ്കിലും, അതിന് കേരളത്തിലാണെങ്കിലും ആത്മമണ്ഡലം തുറക്കപ്പെടാനിടയായാൽ അവിടെ ശക്തമായ ചില ദൈവപ്രവർത്തികൾ അല്ല താഴ്ന്നുപോയതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില അവകാശങ്ങളെ കൽപ്പിക്കുന്ന, ബന്ധിക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടിരുന്ന അല്ല ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരാത്മമണ്ഡലം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ